بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. Brothers and sisters, Alhamdulillah, one more session of Circle of Care. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ നജ്ല മുനീറാണ്. സർക്കിൾ ഓഫ് കെയർ മെമ്പേഴ്സിന് പരിചയമുള്ള ആളാണ്. പുതിയതായിട്ട് ജോയിൻ ചെയ്ത് വരുന്നവർക്ക് ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം ഡോക്ടർ നജ്ലനെ കുറിച്ചിട്ട്. ഡോക്ടർ നജ്ല ഈസ് ബേസ്ഡ് ഇൻ ഖത്തറിലാണ്. ഷീ ഈസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ, പക്ഷെ ചൂസ് ചെയ്തത് ഹോം മേക്കർ ആവാനാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, മേ അല്ലാഹ് റിവാർഡ് ഹർ. ഐ മീൻ, she loves and enjoys every bit of it. Parenting sessions നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ലാസ്റ്റ് ഇയർ ബിഫോർ നമ്മൾ കുറേ സെഷൻസിൽ ഒരു സെഷൻ ഡോക്ടർ നജ്ലയുടെ ആയിരുന്നു. അതേപോലെ തന്നെ ടീച്ചിങ്സ്, ഷീ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് ആൻഡ് സ്പ്രെഡിങ് ദീൻ. അത് നല്ലപോലെ സ്ട്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഷീ സീക്സ് നോളജ് ആൻഡ് ഷീ ഈസ് പാഷനറ്റ് അബൌട്ട് സ്പ്രെഡിങ് ഇറ്റ് ടു ഇഗ്നൈറ്റ് ദ ലവ് ഓഫ് ഇസ്ലാം through her teachings. MashaAllah. And parenting in the case anengilum, she strives to make it one step better every day. Alhamdulillah, kore sisters benefit ചെയ്തിട്ടുണ്ട് സിസ്റ്റർ നജ്ലയിൽ ത്രൂ. അതേപോലെ ഈ സെഷൻ ഇറ്റ് ഈസ് എന്താ പറയുക, കുറെ റിക്വസ്റ്റ് ചെയ്ത് ഡിമാൻഡ് ചെയ്തൊരു സെഷനായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇയർ 2023 ജൂണിൽ ഇതേ ടോപ്പിക് എംബ്രേസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ആയിരുന്നു ടോക്ക് കൊടുത്തിരുന്നത്. അന്ന് കുറേ റിക്വസ്റ്റ് വന്നിരുന്നു ഇത് മലയാളത്തിൽ തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാ ഇന്ന് അൽഹംദുലില്ലാ, ഫീലിംഗ് സോ ബ്ലെസ്ഡ്, നമുക്ക് ഡോക്ടർ നജ്ല അതേ ടോപ്പിക് മലയാളത്തിൽ ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, സോ സർക്കിൾ ഓഫ് കെയറിനെ കുറിച്ചിട്ട് അറിയാത്തവർ ഇൻഷാല്ല നിങ്ങൾ സർക്കിൾ ഓഫ് കെയർ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. ഇൻഷാല്ല ചാറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. സോ വെൽക്കമിങ് യു സിസ്റ്റർ നജ്ല. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Walaikum assalam wa rahmatullahi wa barakatuh. Jazakallah khair, Dana, for giving me this chance. And all of you, എല്ലാരും join ചെയ്ത എല്ലാവർക്കും alhamdulillah that Allah നമ്മളെ ഇവിടെ എല്ലാരെയും ഒന്നിച്ച് കൂട്ടിയതിനും and it is a big ni'mah from Allah that we all are here together ഇന്ന് ഒരു നല്ലൊരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിയിട്ടുള്ളത്. ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ് നമുക്കത് ബെനിഫിഷ്യൽ ആക്കി തരട്ടെ. ആമീൻ. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما. الحمد لله رب العالمين، الصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. اللهم طهر قلبي من النفاق وعملي من الرياح ولساني من الكذب وعيني من الخيانة. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ ടോപ്പിക്ക് എംബ്രേസ് യുവർ സെൽഫ് എന്നാണ്. അത് മലയാളത്തിൽ എങ്ങനെയാക്കാന്ന് എനിക്കറിയില്ല. പക്ഷെ ദ ടോപ്പിക് ഇസ്, നമ്മൾ മെയിനായിട്ട് ഇന്ന് സംസാരിക്കാൻ പോണത് നമ്മുടെ ജീവിതത്തിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ്, ഒരു റെയിൽവേ ട്രാക്ക് പോലെയാണല്ലോ നമ്മളുടെ ജീവിതം. രണ്ട് ട്രാക്ക് ഉണ്ടാവും. ഏത് റെയിൽവേ ട്രാക്ക് എടുത്താലും രണ്ട് ട്രാക്ക് ഉണ്ടാവുമല്ലോ, രണ്ട് വീല് വേണമല്ലോ. അപ്പൊ ആ രണ്ട് ട്രാക്കില് നമുക്ക് നമ്മളുടെ മനസ്സിൽ ഇതിപ്പോ ഫുള്ള് ഉയർച്ചയാണ്, ഇതിപ്പോ ഫുള്ള് താഴ്ചയാണ്, എന്നുവെച്ചാൽ ഈ കാണുന്ന മുഴുവനും മൗണ്ടൻ ആണ്, ഈ കാണുന്ന മുഴുവനും വാലി ആണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പം രണ്ട് ട്രാക്ക് ഉണ്ട്. അതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെ മറ്റേ ട്രാക്കിലുള്ള നിയമ അല്ലെങ്കിൽ അള്ളാഹുടെ ബ്ലെസ്സിങ്സ് കാണാന്നുള്ളതും, അതേപോലെ ഒരു ബ്ലെസ്സിങ്സ് കാണുന്ന സമയത്ത് നമ്മൾ ഈ ലൈഫ് ഈ ജീവിതം ഒരു വെറും അള്ളാഹ് നമ്മളെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ജീവിതമാണെന്ന് ഓർക്കുന്നതും
ദാറ്റ് ഈസ് ദ സ്മാർട്ട് മൂവ്. അതാണ് നമ്മൾ കൂടുതൽ അങ്ങനെ ചിന്തിക്കൽ എങ്ങനെ നമുക്കൊന്ന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് ബേസ്ഡ് ഓൺ ഖുർആൻ ആൻഡ് സുന്ന. കാരണം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആകെ ആകെ ഒരു ക്ലാരിറ്റി തരിക നമ്മളുടെ ഖുർആനെ ഫോളോ ചെയ്താലും സുന്നാനെ ഫോളോ ചെയ്താലും മാത്രമാണ്. വേറെ എല്ലാ രീതിയിലും നമ്മൾ നെട്ടോട്ട് ഓടിയാലും ആ മനസ്സിൽ കിട്ടുന്ന ഒരു കണ്ടന്റ്മെന്റ് ഇല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും കേൾക്കണില്ലേ? യെസ് ടീച്ചർ. അൽഹംദുലില്ലാ. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു കണ്ടന്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മളിപ്പം എപ്പെങ്കിലും നമുക്ക് ഇക്കൊല്ലം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ കുറേ കൊല്ലം മുമ്പായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു റമദാനിൽ ഖുർആൻ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എപ്പെങ്കിലും ഇരിക്കുമ്പം അള്ളാഹിനോട് ഭയങ്കര അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആയത്ത് വായിച്ചപ്പോൾ നമുക്കത് തട്ടിയതോ, അല്ലെങ്കിൽ നമ്മളൊരു നമസ്കരിക്കുമ്പോൾ ഒരു സുജൂദിൽ നമുക്ക് അത്രക്കും അള്ളാഹിനോട് ഒരു ക്ലോസ് ഫീലിംഗ് വന്നതോ, ആ ഒരു ഖുശൂ എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, ആ ഖുശൂ നമ്മളെ വേറെ എത്ര സിറ്റുവേഷനിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ടെയ്ൻമെന്റ്, ആ ഒരു ട്രാങ്ക്വിലിറ്റി നമ്മുടെ ഹാർട്ടിനും മൈൻഡിനും ബോഡിക്കും ആ ഒരു ബൂസ്റ്റ് ഓഫ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഖുറാനിലും സുന്നത്തിലേക്കും തിരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വേറെ എങ്ങോട്ടേക്ക് ഓടിയാലും ഇറ്റ് വോണ്ട് ഹെൽപ്പ്. അപ്പോൾ ടുഡേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ നാവിഗേറ്റ് ചെയ്യണം എങ്ങനെയാണ്, നമുക്ക് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമ്പോൾ കുറച്ച് ടിപ്സ്, കുറച്ച് ഹെൽപ്പ്, ഒരു സെൽഫ് ഹെൽപ്പ്, ഒരു ഡിസ്കഷൻ ഇൻഷാല്ലാ. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഇൻ മൈൻഡ്. അപ്പം നമ്മൾ ഈ എംബ്രേസ് യുവർ സെൽഫ് എന്നുള്ള ടോപ്പിക്ക് ഇംഗ്ലീഷിൽ ചെയ്തതിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൽ. ഇൻഫാക്ട് ഇറ്റ് മൈറ്റ് ബി കൂടുതൽ നന്നായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ലാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വി വിൽ സ്റ്റാർട്ട് ഒരു ആയ ഫ്രം ദ ഖുർആൻ. ഇത് സൂറ അൽ ഇസ്രായിലാണ്. സൂറ അൽ ഇസ്രാ ആയ നമ്പർ 70 ആണ്. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹ് പറയാണ്, തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മള് എന്ത് നാവിഗേറ്റ് ചെയ്യണമെങ്കിലും ആദ്യം നമ്മളിൽ വെച്ചല്ലേ തുടങ്ങേണ്ടത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ സിറ്റുവേഷൻ മാറ്റാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ അള്ളാഹ് നമ്മളോട് പറയണത്, നമ്മളെ ഓർമ്മിപ്പിക്കണ എന്താന്ന് പറഞ്ഞാൽ, ഈ ആദം സന്തതികളെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട്. ആരാണ് ആദരിച്ചിരിക്കണേ? സുബ്ഹാന തആല, അള്ളയാണ് ആദരിച്ചിരിക്കുന്നത് നമ്മളെ. ഇതിന്റെ അപ്പുറം ആദരവ് നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഏത് മനുഷ്യന്റെ ആയാലും, നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ ആയാലും, ഭർത്താവിന്റെ ആയാലും, മാതാപിതാക്കളുടെ ആയാലും, സുഹൃത്തുക്കളുടെ ആയാലും, ദൂരെയുള്ള ആൾക്കാരുടെ ആയാലും, എനിക്കിപ്പം നിങ്ങളുടെ ആയാലും, നിങ്ങൾക്ക് എൻ്റെ ആയാലും, ഈ ആദരവൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടുന്നത് നല്ലതാണ്, അൽഹംദുലില്ലാ, ദാറ്റ് ഈസ് എ നിഅമ ഫ്രം അള്ളാഹ്. അള്ളാഹ് നമുക്ക് തരുന്ന ഒരു നിഅമയാണ്. പക്ഷേ അള്ളാഹ് ആദരിച്ചു, അത് ഓൾറെഡി ഒരു ഡൺ മാറ്റർ ആണ്. അള്ളാഹ് നമ്മളെ ആദരിച്ചിട്ടുണ്ട്, യുനോ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുടെ കൺമുന്നിൽ നമുക്കുള്ള തന്നിട്ടുള്ള വേർത്ത് വലിയ ഒന്നാണ്. ആ വേർത്ത് നമ്മളിൽ തന്നെ നിന്ന് അത് നശിപ്പിക്കരുത്. മറ്റേ മനുഷ്യന്മാരുടെ ആദരവ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അതിനെ ഒരു പുച്ഛിക്കരുത്, ഒരു വിലയും ഇല്ലാണ്ട് കൊടുക്കരുത്. കാരണം അത്രമാത്രം അള്ളാഹ് നമ്മളെ ആദരിച്ചിട്ടുണ്ട്. അള്ളാഹ് ലാസ്റ്റ് പറയണ എന്താ? അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം നോക്കിയേ, അള്ളാഹ് നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മളുടെ നമ്മളെ മനുഷ്യനായിട്ട് സൃഷ്ടിച്ച് ആ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച സമയത്ത് നമ്മൾ മലക്കുകളുടെ കാര്യം കേട്ടതാണല്ലോ. മലക്കുകളുടെ കാര്യത്തില് നമുക്ക് അറിയാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിങ്സിന്റെ ഒരു ടിപ്പ് മതി ഒരു ഫുൾ ഒരു സിവിലൈസേഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം
അത്രക്കും മൈറ്റ് ആയിട്ടുള്ള ഏഞ്ചൽസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഗാദറിങ്സിൽ ഇതേപോലെ കുറേ ഏഞ്ചൽസ് ജോയിൻ ചെയ്യും നമ്മളുടെ കൂടെ. നമ്മൾ അറിയാണ്ട് ഇപ്പം നമ്മളുടെ കൂടെ നമുക്ക് ആ പീസ് തന്നുകൊണ്ടും ട്രാങ്ക്വിലിറ്റി തന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ഏഞ്ചൽസ്, ആ ഏഞ്ചൽസിന്റെ നമ്പറിന്റെ കണക്ക് നമുക്കില്ലല്ലോ. ആദം ഐ മീൻ ഏഞ്ചൽസിന്റെ ക്രിയേഷൻ മുതൽ 70,000 ഏഞ്ചൽസ് ഓരോ ദിവസവും നമ്മളുടെ ഇവിടെയുള്ള കാബയുടെ തവാഫ് ചെയ്യുന്ന പോലെ അവിടെയുള്ള കാബയിൽ അള്ളാഹുടെ ഹൗസിൽ അവർ തവാഫ് ചെയ്യുന്നുണ്ട്. ഈ 70,000 ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നില്ല. ഈ എല്ലാ ഏഞ്ചൽസിനോടും അള്ളാഹ് പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ അത്രക്കും വലിയ നമ്പറാണ്. ഒരു പ്രാവശ്യം തവാഫ് ചെയ്ത ആൾക്കാർ ഏഞ്ചൽസ് പിന്നെ വരുന്നില്ല. വേറെ 70,000 വേറെ 70,000. അപ്പൊ ഇത്രമാത്രം ഏഞ്ചൽസിനോട് ഏഞ്ചൽസിനോട് ഒട്ടാകെയായിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞതാ. എന്താണ് അള്ളാഹ് റീസൺ പറഞ്ഞത്? നമ്മളുടെ ഇന്റലക്റ്റ് ആണ് അതിനൊരു റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് തന്ന ഇന്റലക്റ്റും അള്ളാഹ് നമുക്കിപ്പം ഓപ്പൺ ആക്കി തന്നിട്ടുള്ള കുറേ മിസ്റ്ററീസ്, ഈ വേൾഡിന്റെ മിസ്റ്ററീസ്, ഈ വേൾഡിന്റെ നോളജ്, നമ്മളുടെ ഈ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അത് വെച്ചിട്ട് നമ്മൾ തെറ്റേതാണ് ശരിയേതാണ് എങ്ങനെ ചിന്തിക്കാം, അതിപ്പോൾ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ തെറ്റായിട്ട് ചിന്തിക്കുന്നതിനെ തന്നെ നമുക്ക് തന്നെ അതിനെ ചിന്തിച്ചിട്ട് ഇപ്പുറത്തേക്ക് തിരിക്കാം, ശരിയായിട്ട് ചിന്തിക്കണ പോലെ. അപ്പം അത്രക്കും അള്ളാഹ് നമുക്കൊരു വേർത്ത് കൽപ്പിച്ചിട്ടുണ്ട്. ആ വേർത്തിനെ നമ്മൾ ഒരിക്കലും ചുരുക്കി കാണരുത്. നമ്മൾ ഒരിക്കലും അതിനെ ചുരുക്കി കാണരുത്. നമുക്ക് കുറേ എബിലിറ്റീസ്, കുറേ സ്കിൽസ് അത് അള്ളാഹ് നമ്മളിൽ തന്നെ തന്നിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ചുറ്റുമായിരിക്കും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ അള്ളാഹ് ഒരാളായിട്ടല്ലല്ലോ, നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് അള്ളാഹ് ഓരോ ഭാഗത്ത് വിട്ടിട്ടുള്ളത്. അപ്പൊ എനിക്കില്ലാത്തത് ചിലപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തിന് ഉണ്ടാവാം. അപ്പൊ എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, എനിക്കില്ലല്ലോ. അതും എൻ്റെ നിയമത്തിന്റെ ഭാഗമാണ് എനിക്ക് അങ്ങനെ ഒരു സുഹൃത്ത് കിട്ടിയത്. എനിക്കില്ലാത്ത കുറേ ക്വാളിറ്റീസ് എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാവാം, മക്കൾക്ക് ഉണ്ടാവാം. അതും ഒരു നിയമത്താണ്. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ഈ നിയമത്തിനെ ചുറ്റും കാണുക. നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു നമ്മളുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു റെയിൽവേ ട്രാക്കാണ്. ആ റെയിൽവേ ട്രാക്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വിഷമങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് അതൊരു നമുക്ക് തപ്പിയാൽ കാണാൻ പറ്റുന്ന നിയമത്തുകൾ, എണ്ണി തീർക്കാൻ പറ്റാത്ത നിയമത്തുകൾ മറ്റേ സൈഡിലൂടെ ആ ട്രാക്കിൽ പോകുന്നുണ്ട്. ഒപ്പം തന്നെ അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് സന്തോഷ സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും മറ്റേ ട്രാക്കിൽ പലതും അള്ളാഹ് നമ്മളെ വാൺ ചെയ്തിട്ടുണ്ട്. ഇനി അള്ളാഹ് നമുക്ക് തന്ന ആ വാർണിംഗ് എന്താന്ന് നോക്കാം. അത് നമ്മളിപ്പോൾ സൂറ ബഖറയിലെ ആയ നമ്പർ 155 എടുക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആയ നമ്പർ 155 അള്ളാഹ് പറയുന്നുണ്ട്, കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിലൊരു ഡൗട്ടില്ല. അള്ളാഹ് നമ്മളെ എന്തായാലും പരീക്ഷിക്കും. അത് ചില ആൾക്കാർക്ക് ഭയത്തിലായിരിക്കാം. എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായ ചിന്തകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. അവരെ കൂടുതൽ കൂടുതൽ താക്കുന്ന കുറേ ചിന്തകളായിരിക്കാം. അതാണ് ഭയം. അല്ലെങ്കിൽ നമുക്ക് മക്കളെ വിട്ടുപോവോ, കെട്ടിയോൻ വിട്ടുപോവോ, അവരെന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ള ഭയം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവോ എന്നുള്ള ഭയം, എന്തെങ്കിലും കൊണ്ട് അള്ളാഹ് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒന്നിക്ക് ഭയം, പട്ടിണി, ഭക്ഷണം വെച്ചായിരിക്കും, ധനനഷ്ടമായിരിക്കും, ജീവനഷ്ടമായിരിക്കും, ആരെങ്കിലും നമുക്ക് ലൂസ് ചെയ്യുന്നതായിരിക്കാം, വിഭവനഷ്ടമായിരിക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ പരീക്ഷണങ്ങൾ. പക്ഷെ നമുക്ക് ഈ പരീക്ഷണങ്ങൾ ഉണ്ടാവും തന്നെയാണ് അള്ളാഹ് പറയണത്. പിന്നെ അള്ളാഹ് വേറെ ഭാഗത്ത് ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹ് നമുക്ക് പരീക്ഷണങ്ങൾ ഒരാൾക്ക് തരുന്നു, മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ആ പരീക്ഷണങ്ങൾ ഇങ്ങനെ മാറി മാറി അള്ളാഹ് ഓരോരുത്തർക്കും കൊടുക്കും. എനിക്ക് പരീക്ഷണം ഉണ്ടാവുന്ന സമയമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയമായിരിക്കില്ല എനിക്ക് ഉണ്ടാവുന്നത്. അപ്പം ഈ ആ ഒരു ചിന്താഗതി വെച്ചിട്ട് നമുക്കിനി മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണ എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് അള്ളാഹ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ട്രയൽസ് വരും, നിങ്ങൾക്ക് ടെസ്റ്റ് വരും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്കൂളിലൊരു പരീക്ഷയാണെന്ന് വിചാരിച്ചോ. നമ്മളൊക്കെ എനിക്ക് തോന്നുന്ന അധിക പേരും ഏജ്ഡ് ആയ നമ്മളെ പോലത്തെ ആൾക്കാരായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞിട്ടുള്ള കുറേ ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകളിൽ നമുക്ക്
ടീച്ചർ ഓൾറെഡി പറയാണ് നമ്മളോട്, മറ്റന്നാളെ നിങ്ങൾക്ക് ഇന്ന് ടെസ്റ്റ് ഉണ്ടാവും, ഇതൊക്കെയായിരിക്കും പോർഷൻസ്, ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും വരാമെന്ന്. എന്നിട്ട് പിന്നെ ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ചോദിക്കാൻ നിൽക്കുവോ, ഇതെന്തിനാ നമുക്ക് ടെസ്റ്റ് തരുന്നേന്ന്? നമ്മൾ ചോദിക്കില്ലല്ലോ. കാരണം നമുക്കറിയാം ടെസ്റ്റ് വരാൻ പോകുന്നുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ ടീച്ചറിനോട് ചോദിക്കില്ല, ഇതെന്തിനാ നമുക്കിപ്പോൾ ടെസ്റ്റ് തരുന്നത്, അത് ഫെയർ അല്ലല്ലോ എന്നൊന്നും നമ്മൾ പറയാൻ നിൽക്കണില്ല, അല്ലേ? നമ്മൾ ആ ടെസ്റ്റ് എഴുതും. കാരണം നമുക്ക് ആ വാർണിംഗ് കിട്ടിയോണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു, ബുദ്ധിയുള്ളവർ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ആ ടെസ്റ്റ് എഴുതി. ആ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ ആ ടെസ്റ്റ് നല്ലോണം അതിനു വേണ്ടി ശ്രമിച്ച ആൾക്കാർക്ക് നല്ല മാർക്ക് കിട്ടി, ശ്രമിക്കാത്ത ആൾക്കാർക്ക് മോശം മാർക്ക് കിട്ടി, തീരെ ശ്രമിക്കാത്ത ആൾക്കാർക്ക് ജയിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ആ ടെസ്റ്റ്. പക്ഷെ ടീച്ചർ പറഞ്ഞുകൊണ്ട് നമുക്ക് നന്നായി. ഇനിയിപ്പോ ടീച്ചർ ഒന്നും പറയണില്ല, സാധാ പോലെ ക്ലാസ് നടക്കുക, ഭയങ്കര കാഷ്വൽ ആയിട്ട് നടക്കുക, പെട്ടെന്ന് അങ്ങോട്ട് ടെസ്റ്റ് എടുത്തു. അപ്പം നമ്മൾ ചിലപ്പോൾ പറയും, അല്ലേ, ടീച്ചർ ഇത് ഫെയർ ആയിരുന്നില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് മാർക്ക് കിട്ടുമായിരുന്നു, അതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇനിയിപ്പോ അല്ല നോക്കിയേ, അല്ല നമ്മളെ അയച്ചു. നമുക്ക് ഏറ്റവും റഹ്മാനും റഹീമും ആയ അള്ളയാണ്. അതിനെക്കാട്ടി അള്ളാഹ് അൽ വദൂദാണ്. എന്നുവെച്ചാൽ വുദ് എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ആണത്. അത് ഏറ്റവും മാക്സിമം നമ്മളോട് ചെയ്യണത് അള്ളയാ. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നത് അള്ളയാ. അത് നമുക്ക് ഏത് നിമിഷത്തിലും നോക്കാം. നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലോ, എത്ര പ്രാവശ്യം നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ അള്ളാഹുടെ ഹുക്കുമ് വിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം അറിഞ്ഞിട്ടും, എന്നിട്ടും നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്തൊക്കെ അള്ളാഹ് നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യം ഓർത്ത് നോക്കിയേ. അത്രമാത്രം അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പം നമുക്ക് ആ സ്നേഹം കൊണ്ട് ചില സമയത്ത് നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, ഇപ്പം നമ്മളൊന്നും മിണ്ടണ്ട, പിന്നെ അവരോട് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കാം. ഇപ്പം അല്ലല്ലോ സമയം. അതേപോലെ അള്ളാഹ് നമുക്ക് കുറേ ചാൻസുകൾ തന്നിട്ടുണ്ട്. ഈ റഹ്മാൻ, ഈ റഹീം, ഈ വദൂദായ അള്ളാഹ് നമുക്ക് ജീവിതത്തില് നമ്മളെ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് അയച്ചപ്പോൾ ഈ ഖുർആൻ മജീദും അതിൻ്റെ ട്രാൻസ്ലേഷന് അറിയണ കുറേ ആൾക്കാരെയും നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാരും ജീവിച്ച് കാണിക്കാൻ വേണ്ടി നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അയക്കുകയും, ഇതൊക്കെ നമുക്ക് അള്ളാഹ് ചെയ്തു തന്നിട്ടുണ്ട്, എളുപ്പമാക്കിയിട്ടുണ്ട്. അള്ളാഹ് തന്ന ഖുർആനിലാണെങ്കിലോ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യമല്ല. അള്ളാഹ് വാർണിംഗ് നമുക്ക് കുറേ പ്രാവശ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ജീവിതം ഒരു ടെസ്റ്റാണ്, ഈ ജീവിതം ഒരു ട്രയലാണ്. നിങ്ങൾ വിശ്വസിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ജിഹാദ് ചെയ്തുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യൂലെന്നുണ്ടോ? അള്ളാഹ് ഇങ്ങനെ കുറേ പ്രാവശ്യം ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, കുറേ പ്രാവശ്യം ഖുർആനിൽ പറയുന്നുമുണ്ട്. ഈ ജീവിതം നിങ്ങൾക്ക് ഒരു ഇബാദത്തിന് വേണ്ടിയിട്ടാണ്, ഈ ജീവിതം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ആയിട്ടാണ്, യുനോ. അപ്പം അള്ളാഹ് ഈ വാർണിംഗ് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാ എനിക്ക് എന്നുവെച്ചാൽ വൈ മീ എന്നുള്ള ഒരു ചിന്തയോ, അതോ ഇതൊരു ശരിയല്ലല്ലോ, ഞാനൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ എനിക്ക് ഇങ്ങനത്തെ ഒരു ടെസ്റ്റ്, ഞാൻ ആൾക്കാരോട് നല്ലത് മാത്രമല്ലേ ചെയ്തു, ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിനാ എനിക്കിങ്ങനെ ടെസ്റ്റ്, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് പറഞ്ഞ എല്ലാവർക്കും, നമ്മളിപ്പം വായിച്ച ആയത്തിൽ എന്താ, നിങ്ങളെ വലനബ്ലുവന്നക്കും ബിശൈഇം മിൻ ഖൗഫിൻ, എല്ലാവരും അള്ളാഹ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഏതാണ് നമുക്ക് കിട്ടണേന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ആ ടെസ്റ്റ് വരും ഏതിലെങ്കിലൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളെ മെയിനായിട്ട് നമ്മളുടെ ലെൻസിനെ ഖുർആനിലൂടെ കാണാം. നമ്മളുടെ ഈ കാഴ്ച എന്ന് വെച്ചാൽ പണ്ട് ഞാനൊരു ഒരു 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 സാറിന്റെ ഒരു നമസ്കാരത്തിനെ കുറിച്ചായിരുന്നു ലെക്ചർ എടുത്തപ്പോൾ ഇറ്റ് മെയ്ഡ് സോ മച്ച് സെൻസ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ കണ്ണട വെക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം ക്ലിയർ ആവുമല്ലോ, അതുപോലെയാണ് നമ്മളുടെ ഈ ഖുർആനും സുന്നത്തും. അതാണ് നമ്മളുടെ കണ്ണട. ഒരു ഗ്ലാസ് ഖുർആനും ഒരു ഗ്ലാസ് സുന്ന, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ബാക്കിയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങും. ഇനിയിപ്പോൾ അള്ളാഹ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാ നമുക്ക് ബുദ്ധിമുട്ട്, എന്താ അതൊന്ന് സ്വീകരിക്കാൻ? നമ്മൾ ഈ ലോകത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാം സ്വീകരിക്കും, ലോകം എന്ത് ചെയ്യണം സ്വീകരിക്കും. അള്ളാഹ് നമുക്ക് തരുന്ന കാര്യം വരുമ്പോഴാണ് അള്ളാഹിനെ നമ്മൾ ചെറുതായിട്ടും ലോകത്തിനെ വലുതായിട്ടും കാണുന്നത്. പക്ഷെ നമ്മൾ നേരെ ഉൾട്ടയാക്കുക വേണ്ടേ, ലോകത്തിനെ ചെറുതായിട്ടും
പരലോകവും അള്ളായും വലുതായിട്ടുമാണ് കാണേണ്ടത്. ആ ഒരു കണ്ണിൽ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ജീവിതം ഭയങ്കര ക്ലിയർ ആവും. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ കൂടെ അള്ളാഹ് ഉണ്ടാവും. നമുക്കൊരു ബുദ്ധിമുട്ട് ഖുർആനില് അള്ളാഹ് നമുക്ക് എല്ലാ രീതിയിലുള്ള വഴികളും കാണിച്ചു തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അള്ളാഹ് ഖുർആനിൽ സംസാരിച്ചിട്ടുള്ള കുറേ നബികളുടെ കഥ. അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ നബി. അള്ളാഹ് ചൂസ് ചെയ്ത ആൾക്കാരാണ്. ദേ വർ ദ ബെസ്റ്റ്. ആ സമയത്ത് അവരുടെ സിവിലൈസേഷന് ഏറ്റവും നല്ല ആൾക്കാരെ അള്ളാഹ് ചൂസ് ചെയ്ത് നബികളാക്കി. എന്നിട്ട് അള്ളാഹ് നമുക്ക് ഖുർആനിൽ കാണിച്ചു തരുന്നത് എന്താ? ഇത് മലയാളത്തിൽ പറയാൻ കുറച്ച് ഇടങ്ങാറായതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഐ എം ഗോയിങ് ടു റീഡ് ഇറ്റ്. ഞാൻ വായിക്കാൻ പോവാണ്. നമ്മൾ മറിയം അലൈഹിസ്സലാമിനെ കാണുന്നുണ്ടെങ്കിൽ ജനങ്ങള് ഒക്കെ തിരസ്കരിക്കപ്പെട്ട ഒരു ആയിരുന്നു മറിയം ബീവി. കാരണം മറിയം അലൈഹിസ്സലാം ആ സമയത്ത് ഒരു ഭർത്താവില്ലാണ്ടോ ആ കാലത്താണ് ഭർത്താവില്ലാണ്ടാണ് ഒരു കുട്ടിനെ ജനിപ്പിക്കുന്നത്. അത് മറിയം അലൈഹിസ്സലാമിന്റെ കഥ. അത് കഴിഞ്ഞിട്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ ഒന്ന് എടുത്ത് നോക്കിയേ. അടിമത്തത്തിലേക്ക് പോയി. അത് ആരെ ചെയ്യിപ്പിച്ചത്? സ്വന്തം ആങ്ങളമാര് വഞ്ചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ജീവിതം എളുപ്പമായോ? ഇല്ല. ജയിലിൽ കുറെ കാലം കടന്നു. ഇത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ. ഇനിയിപ്പോ ആസിയ അലൈഹിസ്സലാമിന്റെ കഥ എടുത്താലോ? ആസിയ അലൈഹിസ്സലാമിന്റെ കഥ എടുക്കണ്ടെങ്കിൽ നമുക്ക് എന്താ കാണുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്ന ആളാരാ? നമ്മുടെ മാതാപിതാക്കളിന് ശേഷം നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭർത്താവിന് ശേഷം മക്കള്, അല്ലേ? ആസിയ അലൈഹിസ്സലാമിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ. അവർക്ക് സ്നേഹം കിട്ടേണ്ട ഭർത്താവ്, അവരെപ്പോ അള്ളാഹിലേക്ക് തിരിഞ്ഞോ അന്ന് മുതൽ അവരെ ഉപദ്രവമായിരുന്നു. എന്തെല്ലാം രീതിയിലാണ് ഉപദ്രവിച്ചിട്ടുള്ളത്? ഭയങ്കര മോശ രീതിയിലല്ലേ ഉപദ്രവിച്ചിട്ടുള്ളത്? അത് ആസിയ അലൈഹിസ്സലാം. അത് കഴിഞ്ഞിട്ടോ നൂഹ് അലൈഹിസ്സലാമിന്റെ കഥ എടുക്ക്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാ നമ്മളെല്ലാവരും നമ്മളുടെ മക്കളെ. നൂഹ് അലൈഹിസ്സലാം എന്താ കണ്ടത്? നൂഹ് അലൈഹിസ്സലാമിന്റെ മക്കളില് കുറച്ചുപേര് നൂഹ് അലൈഹിസ്സലാമിന്റെ കൂടെ ബോട്ടിൽ കയറി. ബാക്കി മോന് മുങ്ങി മരിക്കുന്നത് നൂഹ് അലൈഹിസ്സലാം കണ്ടുകൊണ്ട് നിന്നു. ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. അത് നൂഹ് അലൈഹിസ്സലാം. അത് കഴിഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ കഥ ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കണേ? അവരെ നാട്ടുകാര് വേണ്ടാത്ത പറഞ്ഞ് മോശം പറഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോൾ ആ കഥയുണ്ട് ഖുർആനിൽ. ആയിഷ റളിയല്ലാഹു അൻഹുടെ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹുക്ക് ശേഷം നബി കല്യാണം കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു അത്. നബി അടക്കം ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടിയില്ല. ഇതൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ എടുക്കുന്നുണ്ടെങ്കിലോ? നമ്മൾ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹം നോക്കുന്നതും എല്ലാം മാതാപിതാക്കളുടെ അടുത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നബിയാക്കുന്നതിന് മുമ്പും നബിയാക്കിയപ്പോഴും എന്തായിരുന്നു പിതാവ്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന പിതാവായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നോ? ഇല്ല. നാട്ടുകാരുടെ കൂടെ നിന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ പിതാവാണത്. ആരെങ്കിലും മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ദാന ഒന്ന് ബാക്കി ആൾക്കാരെ ഒന്ന് മ്യൂട്ട് ചെയ്യിപ്പിക്കോ. അപ്പൊ അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ. ഇനിയിപ്പൊ നമ്മൾ ലൂത്ത് അലൈഹിസ്സലാമിന്റെ കഥ എടുത്താലോ? ലൂത്ത് അലൈഹിസ്സലാമിന്റെ കഥ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ ആരുടെയാ? ഭാര്യ കൂടെ നിൽക്കും എന്നായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. അതുപോലെ തന്നെ നമ്മളുടെയും പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് വെൻ ഇറ്റ് കംസ് ടു ഭർത്താവും നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അധികം ഉണ്ടാവുക. അപ്പം ഈ ലൂത്ത് അലൈഹിസ്സലാമിന്റെ കഥയാണെങ്കിൽ നബിയായിട്ടും സ്വന്തം ഭാര്യ ലൂത്ത് അലൈഹിസ്സലാമിന്റെ കൂടെ നിൽക്കുക എന്ന് മാത്രമല്ല, ലാസ്റ്റ് ആയപ്പം ഒറ്റിക്കൊടുത്തതും ആ ഭാര്യ തന്നെയായിരുന്നു. ഓക്കെ. അതേപോലെ ആദം അലൈഹിസ്സലാമിന്റെ കഥ നമ്മൾ എടുത്തു നോക്കിയേ. 2 ആൺമക്കള്. അതിൽ ഒരു മോന് മറ്റേ മോന് അസൂയ കൊണ്ട് കൊന്നു. ഇത് ആദം അലൈഹിസ്സലാമിന്റെ കഥ. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ കഥ എടുത്താലോ? രോഗം, ധനനഷ്ടം,
ആം, എന്താ മക്കളുടെ നഷ്ടം എല്ലാം അയ്യൂബ് അലൈഹി ഇസ്ലാമിന് അള്ളാഹ് എല്ലാം കൊടുത്തിട്ട് എല്ലാം എടുത്തു. അതല്ലേ അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ കഥ. ഇനിയിപ്പോ യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ കഥ എടുത്താലോ, ഇതേപോലെ തന്നെ മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി. അത് ചെറിയ കാര്യമൊന്നുമല്ല. നമുക്കിങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ ഒരു നല്ലൊരു കഥയാണ് പറഞ്ഞു കൊടുക്കാൻ. യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥയാണ്, എസ്പെഷ്യലി ഈ ചെറിയ മക്കൾക്ക്. പക്ഷെ അതൊന്ന് ശരിക്കും ഒന്ന് ഓർത്ത് നോക്കി ആ ഒരു അവസ്ഥയില്, ആ ഒരു പാനിക് ഒന്ന് ഓർത്ത് നോക്കിയേ. അത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ. ഇനിയിപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥ എടുക്കണ്ടെങ്കിലോ, മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനെ ഫിറോനും ഈജിപ്തിലെ ജനങ്ങളും കൊല്ലും എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഒളിച്ചോടിയ ആളാണ് മൂസ അലൈഹി ഇസ്ലാം. നമ്മളുടെ മുഹമ്മദ് നബിന്റെ കാര്യം ഓർത്ത് നോക്കിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി മരിക്കുന്നതിന് മുമ്പ് ഭാര്യ, മക്കളെല്ലാരും, ഒരു മോളൊഴികെ ബാക്കി എല്ലാരും നബി തന്നെയാണ് മറവ് ചെയ്യേണ്ട വന്നത്. ഇത് നമ്മളുടെ സ്വന്തം നബി ന്റെ കഥയാണിത്. സുബ്ഹാനല്ലാഹ്. ഈ കഥകളൊക്കെയാണ് അള്ളാഹ് നമുക്ക് ഈ ഖുറാനിൽ തരുന്നത്. അപ്പൊ ഖുറാനിൽ വെച്ച് നോക്കുമ്പം ഈ നബികളൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായതുകൊണ്ട് സുഖജീവിതമല്ലല്ലോ ജീവിച്ചത്. അള്ളാഹ് അവരുടെ ഈ ബുദ്ധിമുട്ടുള്ള കഥകളാണ് മെയിനായിട്ട് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അവര് ബുദ്ധിമുട്ടുന്ന ഓരോ അധ്യായങ്ങളും മെയിനായിട്ട് അവരുടെ ബുദ്ധിമുട്ടുള്ള അധ്യായങ്ങൾ. പക്ഷെ അള്ളാഹ് അവരുടെ ഒരു ഭാഗം കാര്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? അള്ളാഹ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഈ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു കാര്യം കൂടെ അള്ളാഹ് കാര്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. തവക്കുൽ എന്ന് എഴുതിയിട്ടുണ്ട് ആയിഷ. യെസ്, അതൊരു മാറ്ററാണ്. പക്ഷെ അള്ളാഹ് ചെയ്ത ഒരു കാര്യം, ഇവരെല്ലാം ഷാക്കിരീനായിരുന്നു. അതും വെരി ട്രൂ. അവരുടെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദുവാസ് ഇവരൊക്കെ ഈ ബുദ്ധിമുട്ടിൽ ചെയ്ത ദുവാസ് ആയിരുന്നു, അവരുടെ സബ്ർ. യെസ്. പക്ഷെ അള്ളാഹ് ഇവർക്ക് ചെയ്തു കൊടുത്ത കാര്യം എല്ലാത്തിലും അള്ളാഹ് പറയുന്നുണ്ട്. ഓരോ നബിയുടെ കാര്യം എടുത്ത് നോക്കിയാലോ, നമ്മളിപ്പോ ഓരോ നബിയുടെ കാര്യം എടുക്കുന്നുണ്ടെങ്കിലും അതിപ്പം നൂഹ് അലൈഹി സ്വലാമിന്റെ കാര്യമാണെങ്കിലും ഈ ബുദ്ധിമുട്ടിനൊക്കെ ശേഷം ആ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാരും കളിയാക്കി ചിരിച്ച്, എവിടെയാണ് ബോട്ട് ഉണ്ടാക്കിയ? മലയുടെ മുകളിൽ. ഇത്രയും വലിയ ബോട്ട് ഒരു മലന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാരും കളിയാക്കി ചിരിച്ചില്ലേ? പക്ഷെ എന്തായി? അവര് മാത്രം രക്ഷപ്പെട്ടു. നമ്മളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. ഹിജ്റ ചെയ്തതിന് ശേഷം സമാധാനം ഉണ്ടായിരുന്നോ? ഒരുവിധം എല്ലാ വർഷവും യുദ്ധങ്ങളായിരുന്നു, പട്ടിണിയായിരുന്നു. എന്തൊക്കെ നമ്മുടെ നബി. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരിൽ നിന്ന് ആദരിക്കപ്പെടുന്ന ഒരേ ഒരു മനുഷ്യനാരാ? നമ്മുടെ നബി. ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന കഥ ആരാ? നമ്മുടെ നബിയുടെ കഥ. അള്ളാഹ് അത്രമാത്രം ഉയർത്തിയിട്ടുണ്ട് നബിനെ ഈ ലോകത്തും പരലോകത്തും. അതേപോലെ മറിയം അലൈഹി സ്വലാമിന്റെ സ്റ്റോറി എടുക്കുന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടൊക്കെ ശ്രമിച്ചു. ദൂരെ പോയി പ്രസവിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ അവിടുന്ന് പ്രസവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഡെസേർട്ടിലാണ് നടക്കുന്നത്. മരുഭൂമിയിൽ നടന്ന് ദൂരെ പോയി അവിടുന്ന് പ്രസവിക്കണ ഒരു ഫുൾ ടേം ആയിട്ടുള്ള ഒരാളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഫുൾ വയറുമായിട്ട്, നമ്മളെ പോലെ ഇപ്പോഴത്തെ കാലത്ത് പോലെ വണ്ടിയിൽ കയറിയിട്ടോ അതോ നാട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടോ ഒന്നുമല്ലല്ലോ പോകുന്നത്. ഈ നടന്നിട്ട് ഈ ഫുൾ വയറുമായിട്ട് നടന്നിട്ട് പ്രസവിക്കാൻ പോവാണ്. എന്നിട്ട് പിന്നെ അവർക്ക് പേടിയാണ്. അതന്നെ, അള്ളാഹ് ഓണേർഡ് ദം. എക്സാക്ട്ലി. അള്ളാഹ് ഓരോരുത്തരെയും ഓണർ ചെയ്തു. അവരുടെ ലോകത്തും ഓണർ ചെയ്തു, പരലോകത്തും ഓണർ ചെയ്തു. അള്ളാഹ് മറിയം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം മറിയം അലൈഹി ഇസ്ലാമിന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം തിരിച്ച് ഈ ജനങ്ങളുടെ അടുത്ത് തന്നെയല്ലേ പോകേണ്ടത്. അള്ളാഹ് അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു, ഒന്നും മിണ്ടണ്ട പറഞ്ഞു. വെള്ളം കുടിക്കാൻ പറഞ്ഞു സ്ട്രീമിന്റെ അവിടുന്ന്. ഒന്ന് നിങ്ങള് മറിയം അലൈഹി ഇസ്ലാമിനോട് ആ പാം ട്രീ ഒന്ന് കുലുക്കിയിട്ട് അതിലുള്ള ഡേറ്റ്സ് തിന്നാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അള്ളാഹ് അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് അവർക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്ത എന്താണെന്നറിയോ? അവരവിടെ എത്തിയിട്ട് ജനങ്ങൾ അവരെ ഓരോ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹ് ഈസാ അലൈഹി സ്വലാമിനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഒരു ജനിച്ച കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിച്ചു. അവർക്ക് അള്ളാഹിലുള്ള ആ വിശ്വാസം കൊണ്ടാണല്ലോ
ആ തവക്കുൽ കൊണ്ടും ആ സബർ കൊണ്ടും ആ ഒരു എന്താ പറയാ പെർസിവിയറൻസും കൊണ്ടാണ് അള്ളാഹ് അത്രക്കും വലിയൊരു ഓണർ കൊടുത്തത്. ഒന്ന് ഓർത്തോക്കിയേ, നമ്മളിങ്ങനെ പേടിച്ചിരിക്കണ സമയത്ത് എങ്ങനെ ഈ കുഞ്ഞുമായിട്ട് തിരിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് ആ കുഞ്ഞാണ് സംസാരിക്കുന്നത്, ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞിട്ട്. അല്ല എത്രമാത്രം ഓണർ ചെയ്തു മറിയം അലൈഹി ഇസ്ലാമിനെ, ഒരു നബിന്റെ ഉമ്മയായിട്ട് ഓണർ ചെയ്തു. അതുപോലെ നമ്മൾ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഒരിക്കലും എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കുറ്റം പറയാൻ. ഏതെങ്കിലും ഒരാള് നമ്മൾ ഇവരെ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾ അൺഹാപ്പി ആവും, അപ്പുറത്തെ ആൾ അൺഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ഹാപ്പി ആവാനും മതി. അപ്പൊ ജീവിതത്തിൽ നമുക്ക് 100% ആരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ടത്, നമുക്ക് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിനെ സന്തോഷിപ്പിക്കാം. കാരണം അതിലൊരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ആഖിറ സേഫ് ആക്കി വെക്കാം. അതൊക്കെ ആഖിറന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകും. പക്ഷെ നമ്മൾ ഈ ആൾക്കാർക്ക് വേണ്ടി ചെയ്യണതിൽ നമുക്ക് ഒരിക്കലും ഒരു ഫുൾ ടൈം സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതിപ്പം ആർക്കായാലും. കാരണം നമ്മൾ വിചാരിക്കണ നമ്മളുടെ ആ എക്സ്പെക്ടേഷൻസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാള് വിത്ത് പെർഫെക്ഷൻ അള്ളാഹ് മാത്രമാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എളുപ്പമാവും. അപ്പോൾ ആ ട്രയൽസിന്റെ കാര്യം, ടെസ്റ്റിന്റെ കാര്യം, അല്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നതിനെ കുറിച്ച് അത് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവണം. ഇത് പുതിയതൊന്നല്ല, ഇത് പണ്ട് മുതലേ നബികൾ മുതലേ അല്ല തന്നിട്ടുണ്ട്. അല്ല നമ്മൾ കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പുള്ള സിവിലൈസേഷന് ഞാൻ കൊടുത്ത ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് കിട്ടൂല എന്നാണോ? നമ്മളോട് ചോദിക്കുകയാണ്. ഈ അല്ല ഖുറാനിൽ എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത്? നമ്മൾ ഈ വായിച്ചു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ ഈ തിരക്ക് പിടിച്ച് ഖുറാൻ വായിച്ചു പോയിക്കൊണ്ടിരിക്കൂലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഈ ചോദ്യം ചോദിക്കണത്. കാരണം ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം ചിന്തിക്കണം. നമ്മൾ ഈ ഫുൾ ടൈം ഈ അറബിക്കിൽ ഇങ്ങനെ വായിച്ചു പോയത് കൊണ്ട് അതിനെ കൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ അർത്ഥം വായിക്കണം. കാരണം ഈ ബുക്ക് നമുക്ക് ഈ വായിക്കുന്നതിനുള്ള കൂലി അല്ല എന്തായാലും തരും. അൽഹംദുലില്ലാ, ഇറ്റ് ഈസ് ജസ്റ്റ് ആ ഖുറാൻ മുസാഫ് നോക്കുന്നതും മുസാഫ് വായിക്കുന്നതും മുസാഫ് കാണാണ്ട് പഠിക്കുന്നതും അതിനൊക്കെ അല്ല ഒരു നല്ലൊരു അജർ തരും നമുക്ക് എല്ലാവർക്കും, നമ്മളുടെ എഫേർട്ടിനൊത്തിട്ട്. പക്ഷെ ഈ ഖുറാന്റെ മെയിൻ എയിം എന്താ? നമ്മൾ എങ്ങനെയാ ജീവിക്കണ്ടേന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ഖുറാൻ. ഈ ഖുറാനിൽ നമുക്ക് കാണുന്നത്, അള്ളാഹ് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണ നമ്മളുടെ റബ്ബാ. നമ്മൾ ആ സമയം എടുത്ത് ചിന്തിക്കണ്ടേ? ചോദ്യം ചോദിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ആ സമയം എടുത്ത് ചിന്തിക്കണം. അത് നമുക്കും വരൂലേ? വരും, നമുക്കും വരും ബുദ്ധിമുട്ട്. അല്ല പറയാണ് വരും എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് വിശ്വസിച്ചു. ഇനിയിപ്പം അല്ല പറയുന്ന എല്ലാം സത്യമാണ്, നമ്മൾ അത് അങ്ങോട്ട് മനസ്സിൽ വിശ്വസിച്ചു. ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാൻ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ അല്ല നമുക്ക് തന്നിട്ടുള്ള ഒരു ചെറിയൊരു ടൈം ഓഫ് ഫ്രെയിം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ചില സ്കൂൾസിലും ചില നാട്ടിലുണ്ടാവാറില്ല യൂഷ്വലി, പക്ഷെ ബാക്കി സ്ഥലത്തൊക്കെ കാണാം. ഇപ്പൊ ഈ ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അലാം അടിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അത് ഫയർ ഡ്രിൽ എന്ന് പറയും അതിന്. നഴ്സറി മുതൽ എല്ലാ സ്കൂൾസിലും ഉണ്ടാവും ഇത്. ബ്രിട്ടീഷ് സ്കൂൾസിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. നാട്ടിലുണ്ടാവുന്നുണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അപ്പം എനിവേസ്, ഈ ഡ്രില്ല് എന്തിനാണ്? ഈ ഡ്രില്ല് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ശരിക്കും നടക്കുന്നില്ല എന്ന്. പക്ഷെ ഈ ഡ്രില്ല് കേൾക്കുമ്പോൾ കുട്ടികളെല്ലാവരും എണീക്കും, ടീച്ചേഴ്സ് എല്ലാവരും എണീക്കും. എപ്പോൾ ആയാലും അത് അവർ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ചിലപ്പോൾ ഡ്രില്ല് ഇടാം. പക്ഷെ ഈ ഡ്രില്ല് ഇടുന്ന സമയത്ത് എല്ലാം ഉണ്ടാവും. പെട്ടെന്ന് കുട്ടികൾ എണീക്കും, ടീച്ചേഴ്സ് എണീക്കും, എല്ലാവരും കൂടെ മുറ്റത്ത് പോവും, ഒരു സ്ഥലം ഉണ്ടാവും പറഞ്ഞു വെച്ചിട്ടുള്ളത്, അവിടെ എല്ലാവരും കൂടും. സുബ്ഹാനല്ലാഹ്, ഈ ലോകം അതേപോലത്തെ ഒരു ഡ്രില്ലാ. അല്ല പറഞ്ഞിട്ടുണ്ട്, ആ ഡ്രില്ലിൽ പലതും സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ നിങ്ങളെല്ലാവരും റെഡി ആയിട്ട് യൗമുൽ ഖിയാമക്ക് എത്തണം. അവിടെ നമ്മളെല്ലാവരും അസംബിൾ ചെയ്യണം. എന്നിട്ട് നമ്മളുടെ റബ്ബ് വന്നിട്ട് നമ്മളോട് ആ സമയത്ത് എല്ലാം ചോദിക്കും. എല്ലാം കണ്ടിരുന്ന റബ്ബ് നമ്മളോട് ചോദിക്കും ആ സമയത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സിനോപ്സിസ്, ഒരു ചെറിയൊരു ഭാഗം. ഈ ജീവിതം ആ ഡ്രില്ല് പോലെയാണ് ഈ ജീവിതം.
ആ ശരിക്കുള്ള സംഭവം ജീവിതമൊക്കെ തുടങ്ങണത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വിരല് ഒരു വെള്ളത്തില് എന്ന് വെച്ചാൽ ഓഷനില്, വെള്ളത്തിലല്ല, വലിയ കടലല്ലേ ഓഷൻ, വലിയൊരു ഓഷനിൽ നമ്മൾ ഈ വിരലിടുമ്പോ അതിൽ നിന്ന് നമ്മൾ വിരലെടുത്ത് കഴിഞ്ഞാല് ഒരു ഒരു എത്ര വെള്ളാണാവോ വരിക? സമുദ്രം. താങ്ക് യു. അപ്പൊ ഈ നമ്മൾ ഈ വിരല് സമുദ്രത്തിൽ ഇട്ട് കഴിഞ്ഞാല്, ജസാക്കല്ലാ ഖൈർദാന, നമ്മൾ ഈ വിരല് സമുദ്രത്തിൽ ഇട്ട് കഴിഞ്ഞാല് അത് നമ്മള് എടുക്കുമ്പോ എത്രമാത്രം വെള്ളം ഉണ്ടാവും നമ്മളുടെ കയ്യില്? ആ വെള്ളാണ് ഈ ജീവിതത്തിന് തുല്യം. ബാക്കി ആ സമുദ്രം മുഴുവനും ആഖിറത്താ. ആ സമുദ്രം മുഴുവനും ആഖിറത്താണ്. ഈ ഒരു തുള്ളി എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. നമ്മളൊന്ന് വെള്ളം മുക്കിയെടുത്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തുടക്കാൻ മാത്രം കൂടി ഉണ്ടാവില്ല. വിരൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ അത്രമാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അതാണ് ഈ ജീവിതം. ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്യാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് എപ്പാണാവോ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് എത്രമാത്രം നെട്ടോട്ട് ഓടുന്നോ അത്രമാത്രം ദുനിയാവ് നമ്മളിൽ നിന്ന് ദൂരെ പോകും. പക്ഷെ നമ്മൾ എത്രമാത്രം ആഖിറത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നോ അത്രമാത്രം ആഖിറത്തും ദുനിയാവും രണ്ടും നമുക്ക് വേണ്ടി വരും. അത്രക്കും എളുപ്പമാണ്, യുനോ, അത്രക്കും എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഈ ദുനിയാവിന്റെ നെട്ടോട്ടത്തിലും ടെൻഷനിലും പാനിക്കിലും ആൻസൈറ്റിയിലും ബാക്കിയെല്ലാം മിസ്സായി പോവാണ്. നമ്മളുടെ ആ വലിയ പിക്ചർ, ആ സമുദ്രം നമുക്ക് മിസ്സായി പോവാണ്. അപ്പം അതെങ്ങനെ നമുക്കിത് നാവിഗേറ്റ് ചെയ്യാന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയാൻ പോണത്, നമുക്ക് ഒന്ന് മൂസ അലൈഹിസ്സലാമിന്റെ കഥ ഒന്ന് എടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കഥയാണ്, പക്ഷെ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് കഥകളാണ്. എനിക്ക് എപ്പോൾ പ്രശ്നം വരുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കഥയാണ്. ഇറ്റ്സ് ഹെൽപ്ഡ് മീ എ ലോട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ നല്ലോണം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, നമ്മളുടെ മുന്നിലുള്ള റെഡ് സീ, ഈജിപ്തിലുള്ള റെഡ് സീ ഇമാജിൻ ചെയ്യാം. ബാക്കിൽ ഒരു ഏറ്റവും ദുഷ്ടൻ എന്ന് വിളിച്ചിട്ടുള്ള ഒരു ലീഡറാണ് ഫിറോന്. ഓക്കെ, ഫിറോന്റെ ആർമികളും സ്ട്രോങ് ആർമിയാണ്. അവര് ഭയങ്കര സ്ട്രോങ് ആർമി ആണ്. അപ്പൊ അവരെല്ലാരും കൂടെ ഏറ്റവും കൂടുതൽ ഒപ്രസ് ചെയ്യുന്ന ആൾക്കാർ, ഈ മൂസ അലൈഹി സ്വലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരാ? അവരുടെ മക്കളെ ഈ ഫിറോനും ആർമിയും കൊന്നിട്ടുണ്ട്. അവരെ എല്ലാ രീതിയിലും നശിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് സ്ലേവറി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ ബനി ഇസ്രായേലിനെ, ഈജിപ്തിലത്തെ ഫിറോന്. അപ്പൊ ഈ ഫിറോൻ ഇവരുടെ ബാക്കിൽ വരികയാണ്. ഈ ആൾക്കാരൊക്കെ നബി സല്ലല്ലാഹു നമ്മളുടെ മൂസ അലൈഹിസ്സലാമില് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ പോവാണ് ആ സമയത്ത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇമാജിൻ ചെയ്യാം, നമ്മൾ ആ കടലിന്റെ മുന്നിലെത്തി, ഇനി എങ്ങോട്ട് പോകാനില്ല. നമ്മൾ അതിലൊരു ഒരാളാന്ന് വിചാരിച്ചോ, മൂസ അലൈഹിസ്സലാമിന്റെ ബാക്കിലുള്ള ഒരാളാന്ന് വിചാരിച്ചോ. എങ്ങോട്ട് പോകാനില്ല, എല്ലാ ഡോറും ക്ലോസ്ഡ് ആണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ ആർമി, ബാക്കിൽ നോക്കുമ്പോൾ ആർമി. എന്താ, മൂസ അലൈഹിസ്സലാമും നമ്മളും മാത്രം. ആ സമയത്ത് കുറേ ആൾക്കാർ, മൂസ അലൈഹിസ്സലാമിലുള്ള ആൾക്കാർ ഖുറാനിൽ ചോദിക്കുന്നുണ്ട്. അത് സൂറ ഷുആറയിലാണ് മെയിനായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അവര് അല്ല പറയാണ്, സൂറത്തുൽ ഷുആറയിൽ ആയ നമ്പർ 61 അല്ല പറയാണ്, അങ്ങനെ 2 സംഘവും പരസ്പരം കണ്ടപ്പോൾ മൂസായുടെ അനുചരന്മാർ പറഞ്ഞു, തീർച്ചയായും നാം പിടിയിൽ അകപ്പെടാൻ പോകുകയാണ്. ഓക്കെ, അപ്പൊ മൂസ അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള, എന്ന് വെച്ചാൽ നമ്മളടക്കം, നമ്മളിപ്പോ അങ്ങനെ ഇമാജിൻ ചെയ്യാണ് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന്. ബാക്കോട്ട് നോക്കുമ്പോൾ അവര് നമ്മളെ കൊല്ലും. മുമ്പിൽ നോക്കുമ്പോ ആണെങ്കിൽ വലിയ കടലാണ്, അതിൽ നമ്മൾക്ക് എന്തായാലും മുങ്ങി മരിക്കും, വേറൊരു വഴിയും ഇല്ല. അപ്പം വി ആർ ഗോയിങ് ടു പിക്ക് ഇറ്റ്, എന്തായാലും മരിക്കാൻ പോവാണ് എന്നുള്ള ഇതിൽ അവര് പറഞ്ഞ് ഇനി നമുക്കൊന്നും വഴിയില്ല എന്ന് പറഞ്ഞു ആൾക്കാര്. ഓക്കെ, അവരെന്താ കാണുന്നത്? ദുനിയാവാ കാണുന്നത്. അവര് കാണുന്ന ഈ വെള്ളം, മുമ്പില് മുങ്ങി മരിക്കാനുള്ള വെള്ളം, ബാക്കില് യുദ്ധം ചെയ്ത് മരിക്കാനുള്ള ആൾക്കാര്, ഫിറോന്. ഓക്കെ, വേറെ ഒന്നും അവര് കാണുന്നില്ല. ഈ ലോകം മാത്രമാണ് അവര് കാണുന്നത്. പക്ഷെ ഇവര് ഇങ്ങനെ പറഞ്ഞപ്പോ, ഈ പേടിച്ചിരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞത് അതാണ്. പക്ഷെ നമുക്ക് നോക്കാം മൂസ അലൈഹി സ്വലാം എന്താ പറഞ്ഞതെന്ന് നോക്കാം. അടുത്ത ആയത്ത് അദ്ദേഹം പറഞ്ഞു, മൂസ പറഞ്ഞു, ഒരിക്കലുമില്ല,
തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്. അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആയത്താണ് ഖുറാനിൽ വെച്ച്. ഓക്കെ, ചെറിയൊരു ആയത്താ. ഇന്ന മായ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എൻ്റെ റബ്ബ് എനിക്ക് വഴി കാട്ടിത്തരും. വേറെ എന്തെങ്കിലും ചിന്തിച്ചോ? ആ ആ മൂസ അലൈഹിസ്സലാം ആ പ്രശ്നമല്ല കണ്ടത്. മുമ്പിൽ ഒരു കടലുണ്ട് എന്നുള്ള ഒരു പ്രശ്നം കണ്ടിട്ടില്ല. ആ കടലിനപ്പുറം നമ്മളുടെ റബ്ബുണ്ട്. ആ റബ്ബിന് എന്തും പറ്റും, എന്തും പറ്റും. ആ റബ്ബ് നമ്മളെ അവിടം വരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കടത്താനുള്ളതും ആ റബ്ബിന് തന്നെ പറ്റും എന്നുള്ള ആ ഫുള്ള് വിശ്വാസം ഇല്ലേ? ആ വിശ്വാസത്തിലാണ് മൂസ നബി ആ സമയത്ത് ഒരു ചിന്തയും കൂടെ ഇല്ലാണ്ട് പറഞ്ഞത്, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എൻ്റെ റബ്ബ് എന്നെ കൊണ്ടുപോവുക ചെയ്യും, സയാഹുദ്ദീൻ. അപ്പം തന്നെ എനിക്ക് വഴി കാണിച്ചു തരും. കുറെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇപ്പം തന്നെ എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. ആ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലും അത് മറികടക്കാൻ വേണ്ടി, ഈ ബുദ്ധിമുട്ടല്ല വലിയ പിക്ചർ. ആ ബുദ്ധിമുട്ടിനെ നമ്മൾ നോക്കുകയല്ല വേണ്ട, ആ ബുദ്ധിമുട്ടിലൂടെ നമ്മളുടെ റബ്ബിനെ നോക്കുകയാണ് നമ്മൾ വേണ്ടത്. റബ്ബ് എന്താണ് നമ്മളോട് പറയുന്നത്? റബ്ബ് നമ്മളോട് എന്ത് ചെയ്യാനാ പറയുന്നത്? റബ്ബ് നമ്മളെ അടുപ്പിക്കാനാണോ ഇത് ചെയ്യുന്നത്? അതോ നമ്മളുടെ തെറ്റുകളിൽ നിന്ന് നമ്മളെ നിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അതോ നമ്മളുടെ തെറ്റുകൾ ചെയ്തത് അള്ളാഹ് നമുക്കൊരു നല്ലൊരു ആഖിറത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ തെറ്റുകളൊക്കെ അള്ളാഹ് പുറത്തു തരികയാണോ ഇതിലൂടെ? നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. പക്ഷെ നമ്മളെന്താ ചിന്തിക്കണം? അല്ലാ ഈ പ്രശ്നം, അല്ലാ ഈ പ്രശ്നം, അല്ലാ ഈ പ്രശ്നം. അതിപ്പോ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നമായാലും, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായാലും, സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നമായാലും, അല്ലെങ്കിൽ ഈ അള്ളാഹ് പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള ടെൻഷൻ, സ്കൂൾ ഫീസിന്റെ കാര്യത്തിലുള്ള ടെൻഷൻ, വീടിന്റെ കാര്യത്തിലുള്ള ടെൻഷൻ, കല്യാണ കാര്യത്തിലുള്ള ടെൻഷൻ, എന്തായാലും ആ ടെൻഷന് അപ്പുറം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പുറം എന്താണ്? അള്ളയാണ്. അള്ളയാണ്. അത് ഉള്ളിടത്തോളം, അള്ള നമ്മളുടെ കൂടെ ഉള്ളിടത്തോളം നമുക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം എന്താ? അള്ളയാണ് അൽ ഖദീർ, അള്ളയാണ് അൽ ഖാദിർ, അള്ളയാണ് അൽ മുഖ്തദിർ, അള്ളയാണ് വഹാബ്, അള്ളയാണ് അസീസ്. എല്ലാം അള്ളയാണ്. അള്ളാന്റെ കയ്യിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ഓക്കെ, ഇത്ര മാത്രം നമ്മൾ പറഞ്ഞ് ഈ ലെൻസ് ക്ലിയർ ചെയ്തില്ലേ? ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് ഈ രണ്ടായത്ത് എന്ന് വെച്ചാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു? അപ്പൊ അവര് ഈ ലോകത്തുള്ള ബുദ്ധിമുട്ടുകൾ നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. മൂസ അലൈഹി ഇസ്ലാമോ നമ്മളുടെ അള്ളാന്റെ കഴിവുകൾ നോക്കിയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉത്തരം വന്നത്. അതിനുശേഷം അള്ളാഹ് പറയുന്നുണ്ട്, മൂസാക്ക് അള്ളാഹ് അതിനുള്ള വഴി പറഞ്ഞു കൊടുത്ത്, വടിയെടുക്കുക, തട്ടുക, അപ്പൊ അത് തുറന്നു തരും. എന്നിട്ട് അള്ളാഹ് വിശ്വസിച്ച് അവരെ അതിലൂടെ കടത്തുകയും, ഇതേ അവരെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ് ബാക്കിലും വരുന്നത്. പക്ഷെ എത്രമാത്രം ഓരോ സമുദ്രമായാലും സൂര്യനായാലും ചന്ദ്രനായാലും അവരെത്രമാത്രം അള്ളാഹുടെ റൂൾസും അള്ളാഹുടെ ഹുക്കുമും അള്ളാഹുടെ ജഡ്ജ്മെന്റ്സും അള്ളാഹുടെ എല്ലാ റെഗുലേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താണ്ട് അവര് ഫോളോ ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ബിലീവേഴ്സ് എല്ലാവരും കടന്നു. മൂസ അലൈഹി ഇസ്ലാമും മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായ ആൾക്കാരും കടന്നു. മറ്റേതും മനുഷ്യന്മാർ തന്നെയാണ്. സമുദ്രത്തിന് തെറ്റിയോ? അവരെല്ലാരും കടന്നു. ഇവരെല്ലാരും മുങ്ങി മരിച്ചു. സമുദ്രത്തിന് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയോ? ഇല്ല. സമുദ്രം അള്ളാഹ് എന്താണോ ഓർഡർ കൊടുക്കുന്നത് അതുപോലെ ചെയ്യും. അത് നമ്മുടെ ജുസമ്മയിലുള്ള സൂറത്തിൽ നമുക്ക് കാണാലോ. അള്ളാഹ് എന്താണോ ഹുക്കും കൊടുത്തിട്ടുള്ള ആ ഹുക്കും അവരത് ഫോളോ ചെയ്യും. അത് മലയായാലും സമുദ്രമായാലും സൂര്യനായാലും ചന്ദ്രനായാലും അവർ ഫോളോ ചെയ്യും. അള്ളാഹ് നമുക്ക് തന്ന നിഅമ നമ്മൾ ചിലപ്പോൾ മോശമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഫോളോ ചെയ്യാത്തത്. അള്ളാഹ് തന്ന ബ്ലെസ്സിങ് ആണത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് മോശമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മളത് ഫോളോ ചെയ്യാത്തത്. എന്തായാലും അള്ളാഹ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹ് പറയണ്ടായിരുന്നു,
അല്ല പറയണ ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. തീർച്ചയായും അതിൽ എന്നുവെച്ചാൽ സത്യനിഷേധികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്. ഈ ഈ ആയത്തില് ഈ ഒരു സൈൻ ഓഫ് അള്ളാഹ്, ഈ ഒരു മിറക്കിൾ ഓഫ് അള്ളാഹില് ഒരു വലിയൊരു സൈൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പഠിക്കാനുണ്ട് എന്ന് അള്ളാഹ് പറയണ. ഇത് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് ചിന്തിക്കണ്ടേ, നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് എന്ന്? അതോ നമ്മൾ ഇതിങ്ങനെ വായിച്ച് മൂസ അലൈഹി സ്വലാമിന്റെ കഥ, അത് എന്നിട്ട് മക്കൾക്ക് മൂസ അലൈഹി സ്വലാമിന്റെ കഥ പറഞ്ഞു കൊടുത്ത്, പക്ഷെ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുന്നില്ല അല്ല നമ്മൾക്ക് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊരു സൈനാന്ന് പറഞ്ഞിട്ടുള്ളത്? മൂസ അലൈഹി സ്വലാമിന്റെ കഥ എന്തുകൊണ്ടാണ് അല്ല ഇതൊരു ഇബ്രയാന്ന് പറഞ്ഞിട്ടുള്ളത്? അല്ല ഇതൊരു ആയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് അല്ല പറയുന്നുണ്ട്, എന്നാലും ഇതൊക്കെ ഒരു ദൃഷ്ടാന്തമാണെങ്കിലും അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരാകില്ല. കണ്ടോ? അള്ളാഹ്ക്കറിയാം മനുഷ്യരെങ്ങനെയാണെന്ന്. നമുക്കിതൊക്കെ അറിയുമെങ്കിലും നമ്മൾക്ക് നമ്മളുടെ അവസ്ഥ വരുമ്പോൾ നമ്മളത് ചിന്തിക്കാൻ കുറേ ബുദ്ധിമുട്ടും. മനുഷ്യന്മാരെല്ലാവരും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മൾ ആ ഫീലിങ്സ് കാണിക്കണം, ആ ഫീലിങ്സ് ഉണ്ടാവണം. അത് നമ്മളിപ്പം വേറൊരാള് നമ്മളോട് വന്നൊരു സങ്കടം പറയുമ്പം ഇതൊന്നും അല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എരിയത്ത് സഹാബ പോയി, സഹാബയുടെ പേര് ഓർമ്മ കിട്ടണില്ല. അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പുച്ഛിച്ചില്ല. നബി സല്ലല്ലാഹു പറഞ്ഞില്ല അതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പറഞ്ഞു കൊടുത്തു. നമ്മൾ അദ്കാറിൽ രാവിലെയും വൈകുന്നേരവും ചെയ്യുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിനൽ അമ്മി വൽ ഹസ്ൻ. എന്ന് വെച്ചാൽ എന്നെ ഈ സങ്കടത്തിൽ നിന്നും ഈ ഒരു ഡിസ്പെയറിൽ നിന്നും അള്ളാഹ് എന്നെ ഒന്ന് കാത്തു രക്ഷിക്കണേ എന്ന് നബി പഠിപ്പിച്ചത്. അത് രാവിലെയും വൈകുന്നേരവും നമ്മൾ പറയണം, കാരണം അതൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഈ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ചെറുതായി കാണരുത്. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെയാണ്. അത് നമ്മളുടെ ആയാലും ഈ ഈ ഈ കാര്യങ്ങളിന് ശേഷം നമുക്ക് ഇനിയിപ്പം ഇത്രയും മനസ്സിലായല്ലോ, നമ്മളുടെ ഈ ലോക ജീവിതം എന്താണ്, അതൊരു ഇല്യൂഷൻ ആണ്, അതല്ല ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കിനി മുന്നോട്ട് പോകാം. ഓക്കെ, തരാം. ഇനി ഞാൻ പറയാൻ പോണത് കുറച്ച് ടിപ്സ് ആണ്. നമ്മളുടെ ലൈഫിൽ നമുക്ക് ജീവിതത്തിൽ അല്ലാഹ് കുറേ കാര്യങ്ങൾ തരും. സന്തോഷം തരും, സങ്കടങ്ങൾ തരും, ബുദ്ധിമുട്ടുകൾ തരും, അസുഖങ്ങൾ തരും, മക്കളിലൂടെ ബുദ്ധിമുട്ടുകൾ തരാം, ഹസ്ബൻഡിലൂടെ ബുദ്ധിമുട്ടുകൾ തരാം, ഉപ്പ ഉമ്മയിലൂടെ തരാം, സുഹൃത്തുക്കളിലൂടെ ആവാം, ജോലി സ്ഥലത്താവാം. എല്ലാത്തിലും നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ, സന്തോഷങ്ങളും കിട്ടും, സങ്കടങ്ങളും കിട്ടും. ഓക്കെ, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കാന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാ. ഓക്കെ, നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മളുടെ തന്നെ കാര്യത്തിന് വേണ്ടി സമയം എടുക്കുന്നതും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം എടുക്കുന്നതോ, അതോ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ, അതോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചോ, അതോ ഇത്രയൊന്നും വേണ്ട, കുറേ കാര്യങ്ങളൊന്നും വേണ്ട, വലിയ വലിയ കാര്യങ്ങൾ വിട്ടിട്ട് നമ്മൾ ചെറിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തിടുകയാണ്. നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നത് വേഗം ഇടുന്നതിന് പകരം നമ്മളൊന്ന് ഒരു നിമിഷം എടുത്ത് നോക്കിയേ, അള്ളാഹ് പറഞ്ഞ പോലെ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി. നമ്മൾ പറയാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് ഒരു ദുആ, ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് ഒരു ദുആ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊരു ദുആ, വീട്ടിൽ കയറുമ്പോഴുള്ള ഒരു ദുആ, ഇതൊക്കെ എന്തിനായിരിക്കും തന്നിട്ടുണ്ടാവുക? നമ്മളൊന്ന് നിൽക്കാൻ, നമ്മൾ നിന്നിട്ടൊന്ന് ചിന്തിക്കാൻ. അത് നമ്മൾ നിന്നിട്ട് എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുത്ത് ഒരു സമയം എടുത്ത് ചിന്തിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ ദുആ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയും അതിന് എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നാ പറയാം ഇപ്പോഴത്തെ ഭാഷയില്. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പേ പഠിപ്പിച്ചെന്ന കാര്യമാണ്.
നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സമയമെടുത്ത് അത് അറിഞ്ഞ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് ഇടുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്ക്. നമ്മൾ ആ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കബഡിൽ ഇങ്ങനെ നോക്കുകയാണ്, ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുകയാണ്, ഇടുകയാണ്. ഉം, ഉം, എന്നിട്ട് പിന്നെ വേഗം നമ്മൾ അടുത്ത പണി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഓടുകയാണ്. അതിന് പകരം അതേ സമയം നമ്മളിപ്പോൾ എടുത്ത അതേ സമയം, പക്ഷെ ആ സമയം ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഓ കബഡ് തുറന്നു ഡ്രസ്സ് നോക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുക, അൽഹംദുലില്ലാ കുറേ ഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അൽഹംദുലില്ലാ ഏതൊരു വേ കുറച്ച് ഡ്രസ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് ഉണ്ട്. ഇതിൽ ഞാൻ ഇന്ന് ഏതാ ഇടുക? അൽഹംദുലില്ലാ എനിക്ക് ചുവപ്പ് കളർ ഇഷ്ടം, അപ്പൊ ഞാൻ ഇന്ന് ആ ചുവപ്പ് എടുത്തിട്ട് ഇടാം. അപ്പൊ ഞാൻ ഹാപ്പി ആവുമായിരിക്കും, അല്ലാ വിൽ മേക്ക് മീ ഹാപ്പി. എന്നിട്ട് ഞാൻ ആ ചുവന്ന ഡ്രസ്സ് ഇടുകയാണ്. യുനോ ഓൾറെഡി എൻ്റെ കുറേ നല്ല ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഐ ടുക്ക് ദ ടൈം ടു തിങ്ക്. ഞാൻ ആ സമയം എടുത്തു, ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ടു. ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ഓൾറെഡി ഞാൻ ചിന്തിച്ചുകൊണ്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ ഡ്രസ്സ് ഇടുന്ന സമയത്ത് അള്ളഹാനോട് വിചാരിക്കുകയാണ്, അള്ളാ അൽഹംദുലില്ലാ അള്ള നമ്മളെ പെർഫെക്റ്റ് അല്ലാണ്ട് ഒരാളെയും അള്ള ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് ഏത് കോലത്തിലുള്ള ആളായാലും, ഏത് ഷേപ്പിലുള്ള ആളായാലും, ഏത് അവസ്ഥയിലുള്ള ആളായാലും, ഏത് നാട്ടിലുള്ള ആളായാലും അള്ള ഓരോരുത്തരെയും പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുടെ ക്രിയേഷനിൽ ഒരിക്കലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാവില്ല. അത് നമുക്ക് ഇംപെർഫെക്റ്റ് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ അള്ളാഹ് ക്രിയേറ്റഡ് ദാറ്റ് പേഴ്സൺ ആസ് അള്ളാഹ് വാണ്ടഡ് ഹിം ടു ബി, വിച്ച് ഇസ് ദ ബെസ്റ്റ് ഫോർ ഹിം. നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടുന്ന രീതിയിൽ അള്ളാഹ് വിചാരിച്ച രീതിയിൽ, അല്ലാതെ തെറ്റ് പറ്റിപ്പോയതോ അതോ ഇംപെർഫെക്റ്റ് ആയതോ ഒന്നുമല്ല. അള്ളാഹുടെ ബെസ്റ്റ്, അള്ളാഹുടെ ഓരോ ക്രിയേഷനും ഇസ് പെർഫെക്റ്റ്. നമ്മളിപ്പോ പൂക്കളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, എനിക്ക് ഇഷ്ടമുള്ള പൂവായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഏറ്റവും ഭംഗി വേറൊരു പൂവിലായിരിക്കും, എനിക്ക് ഏറ്റവും ഭംഗി വേറൊരു പൂവിലായിരിക്കും. എനിക്ക് ഈ പൂവിന്റെ മണമായിരിക്കും ഇഷ്ടം, നിങ്ങൾക്ക് വേറെ തന്നെ ഒരു പൂവിന്റെ മണമായിരിക്കും ഇഷ്ടം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 30-40 പൂവിന്റെ പേര് കിട്ടും. ഈ ഒരു ഗ്രൂപ്പിലൂടെ ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എത്ര ആളുണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നാലും എത്ര ആളുണ്ടോ അത്രയും ചിലപ്പോൾ നമ്പേഴ്സ് കിട്ടാൻ മതി. അതേപോലെ നമ്മള് ഒരു പൂവിൽ തന്നെ എത്ര തരങ്ങളാ അള്ള ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെയാണ് മനുഷ്യന്മാരും. അള്ള എല്ലാം പെർഫെക്റ്റ് ആണ്. എനിക്ക് റോസ് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ജാസ്മിന് ഭയങ്കര ഇംപെർഫെക്റ്റ് ആണ്, അല്ലേ? പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ മനുഷ്യന്മാരും. അള്ള ഉണ്ടാക്കിയ ഓരോ മനുഷ്യന്മാരിലും ഭംഗിയുണ്ട്, ഓരോ മനുഷ്യന്മാരിലും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം വരേണ്ട ചിന്ത, അള്ള ശ്രേഷ്ഠമായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ നമ്മളോട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹ് എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും എൻ്റെ മാതാപിതാക്കളെയും ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അവരോടുള്ളത് പോലെ തന്നെ എനിക്ക് എന്നോടുമുണ്ട്. എൻ്റെ ശരീരം ഒരു അമാനയാണ്. എനിക്ക് അള്ളാഹ് തന്ന ഇന്റലക്റ്റ് ഇല്ലേ, അത് ഏറ്റവും വലിയ അമാനയാണ്. അതിനെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാണ്ട് ദുഷിപ്പിച്ച് കളയരുത്. ഒരിക്കലും ഉപയോഗിക്കാണ്ട് ദുഷിപ്പിച്ച് കളയരുത്. നിങ്ങൾക്ക് അള്ളാഹ് എന്തെങ്കിലും ഒരു സ്കില്ല് തന്നിട്ടുണ്ടോ? അത് അള്ളാഹ് തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, അള്ളാഹ് എന്നെ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് അയച്ചിട്ടുള്ളത്. ആ പേർപ്പസ് നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ സന്തോഷം വരിക. ആ പേർപ്പസ് നിങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫുള്ളായിരിക്കണം. നിങ്ങൾ ഒരു എംപ്റ്റി ജഗ്ഗായിട്ട് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് നിങ്ങളിങ്ങനെ പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് എൻ്റെ ആരോഗ്യം പോയി, നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യണ എല്ലാം അതും നമ്മുടെ ജഗ്ഗിനെ നിറക്കണം. അതിന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചിന്തിക്കണം, ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കണം, ഓക്കെ ഞാൻ ഈ വ്യക്തിനെ സഹായിക്കുമ്പോൾ അള്ളാഹ് എന്നെ സഹായിക്കും. ഞാൻ ഈ വ്യക്തിനെ സഹായിക്കുമ്പോൾ എനിക്കൊരു ആഖിറത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ആവും. അള്ളാഹ് എന്നോട് ഈ സമയത്ത് സന്തോഷിച്ചിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്, അള്ളാഹ് വിൽ ആക്സെപ്റ്റ്. അപ്പൊ നമ്മളുടെ ജഗ് നിറയും. അതിൻ്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് നമ്മളുടെ അക്കലിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് വായന, കുറച്ച് നല്ല കാര്യം കാണുക, കുറച്ച് ടൈം നമ്മൾ പ്രഷ്യസ് ആയിട്ട് കരുതേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുടെ ഹദീസ് ഖുദ്സി പറയുന്നുണ്ട്, അള്ളാഹ് പറയുന്നുണ്ട്, ഐ ആം ടൈം. അള്ളയാണ് സമയം. നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ്. കാരണം ഈ ലോകത്ത് മാത്രം അള്ളാഹ് തന്നൊരു കാര്യമാണ് ഈ സമയം. പരലോകത്തുള്ള കൺസെപ്റ്റ് വേറെ തന്നെയാണ് സമയത്തിന്. നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളത് ആ സമയം. നമ്മൾ ആ എളുപ്പം നമുക്ക് തന്നെ ആഖിറത്തിൽ വേണ്ടിയിട്ട് മുസീബത്താക്കി വെക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ വായിക്കുക, നമ്മളാങ്കാട്ടി
നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് കാണുമ്പോൾ കുറച്ച് സന്തോഷം കിട്ടുന്നതും കുറച്ച് അറിവ് നേടുന്നതും ആയ ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ പോയി കൂടുക, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ് മോട്ടിവേറ്റ്സ് യുവർ ഇൻ്റലക്ട്, നമ്മളുടെ ആ ബുദ്ധി അല്ലെങ്കിൽ എന്താ പറയാ ഇൻ്റലക്റ്റിന്, സോറി, പക്ഷെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. നമ്മുടെ ആ ഇൻ്റലക്റ്റിനെ ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതേപോലെ നമ്മുടെ കാഴ്ച, അല്ല തന്ന കാഴ്ച, ആ കാഴ്ചക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. നമ്മളുടെ സംസാരം, നമ്മളുടെ വായ എത്ര വലിയ നിഅമത്താ. നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും മിണ്ടാൻ പറ്റിയിട്ടില്ലാത്ത ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു നിമിഷം നമ്മൾ രാവിലെ എണീക്കുകയാണ്, എണീക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പുറത്ത് കിടക്കണ ഭർത്താവിനെയോ അതോ മക്കളെയോ നമുക്ക് വിളിക്കാൻ പറ്റണില്ല, സൗണ്ട് ഇല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ. അള്ള തന്ന ഈ നിഅമത്ത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നന്മക്കാണോ തിന്മക്കാണോ? അതൊക്കെ നമ്മൾ ചിന്തിക്കുക. നമുക്ക് അള്ള തന്ന ഓരോ നിഅമത്തിനും നമ്മൾ ആ നിഅമത്തിനെ നല്ല രീതിയിൽ, അതൊക്കെ ഒരു അമാനയാണ് നമുക്ക്. അള്ള തന്നതാണ്. അള്ള വിചാരിക്കുന്ന സമയത്ത് തരാം, വിചാരിക്കുന്ന സമയത്ത് തിരിച്ചെടുക്കാം. അതുകൊണ്ടല്ലേ അള്ള ഖുർആനിൽ പറഞ്ഞിരിക്കണ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും എന്താ വിജയമുള്ള ആൾക്കാർ ആരാ? ദോസ് പീപ്പിൾ, ആ ആൾക്കാർ ജോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുന്ന ആ മനുഷ്യർ. നമ്മൾ വെറുതെ പറയലല്ല, നമുക്കത് മനസ്സിൽ തട്ടിയിട്ട് പറയണം. അള്ള തന്നതാണ് എല്ലാം. നമ്മുടെ സൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഇത് അള്ള തന്ന സൗണ്ടാണ്, അള്ളാഹ്ക്ക് എപ്പം വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അതാണ് നമ്മൾ പറയണത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളയിൽ നിന്നാണ് അള്ളയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ ലോകത്തുള്ള എല്ലാം അള്ളാഹുടെ അമാനയാണ്, എല്ലാം. അപ്പൊ എല്ലാത്തിനും നമ്മൾ അമാന പോലെ കാണണം. നമുക്ക് കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം എടുക്കണോ? കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ പോണോ? മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ? നമ്മൾ ഈ നമ്മളുടെ വീട്ടിൽ ഒതുങ്ങി, ബുദ്ധിമുട്ടുള്ളപ്പം ആരുടെയും സഹായം ഇല്ലാതെ ഒതുങ്ങി കൂടി ആ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ താന്ന് വരുന്നതാണോ ശരി? അതാണോ സബറ്? സബറ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. സബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് സഹിച്ചിരിക്കുകയല്ല. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ചേഞ്ച് ചെയ്യണം. അതാണ് സബർ ജമീൽ. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കൂല. പക്ഷേ നമ്മൾ അള്ളാഹിനോട് പറയും. നമുക്ക് പറയാനുള്ളതൊക്കെ അള്ളാഹിനോട് പറയും. പക്ഷെ നമ്മൾ നാട്ടുകാരോടും വീട്ടുകാരോടും കംപ്ലൈന്റ് പറയാതെ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാം എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് സബർ ജമീൽ. അപ്പൊ നമ്മൾ എന്ത് സിറ്റുവേഷനിലായാലും നമുക്ക് നമ്മളുടെ ആ ജഗ് ഫില്ല് ചെയ്യാനുള്ള വഴി കണ്ടുപിടിക്കണം. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോടും നിങ്ങളുടെ മനസ്സിനോടും നിങ്ങളുടെ ഇന്റലക്റ്റിനോടും ചെയ്യുന്ന അമാനയായിട്ട് അള്ള തന്ന ഈ കാര്യങ്ങളിനോട് ചെയ്യുന്ന തെറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടി ഭയങ്കര ദുഃഖത്തിലാണ്. അപ്പൊ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കൂലേ? അത് എന്തുകൊണ്ടാ? അള്ള തന്നൊരു ഉത്തരവാദിത്തം ആയതുകൊണ്ട്. നിങ്ങളുടെ ഭർത്താവിന് ഭയങ്കര പ്രശ്നം, അതിന് വേണ്ടിയിട്ട് അത് ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീട്ടിലെല്ലാം സമാധാനത്തിലാക്കി കൊടുക്കൂലേ? അത് എന്തുകൊണ്ടാ? ഭർത്താവ് നിങ്ങൾക്ക് അള്ള തന്നൊരു അമാനത്താണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കേണ്ട ഒരു അമാനത്താണ് നിങ്ങളുടെ സ്വന്തം ശരീരം. അതിപ്പോ ചെറിയ ചെറിയ കാര്യം, ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സ് കുടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഹസ്ബൻഡൊക്കെ ഒന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സമയം കിട്ടില്ലേ ഒരു ചായ കുടിക്കാൻ? ആ ചായ കുടിക്കുന്ന സമയം, ഞാൻ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ആ ചായ കുടിക്കാൻ. അല്ലെങ്കിൽ രാവിലെ കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം. പക്ഷെ ആ ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ചായ, ഞാൻ എന്നെ കഷ്ടപ്പെട്ട് നല്ല രീതിയിലാക്കിയ ചായ, അതൊന്നും ഇല്ലെങ്കിൽ, എനിക്ക് സമയം ഇല്ലെങ്കിൽ ഒരു ഇളം ചായ, എന്താ ഒരു സുലൈമാനി, പക്ഷെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കപ്പിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുടിക്കാനിരിക്കണ ആ 2 മിനിറ്റ് ഇല്ലേ, അത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക. ഞാൻ റെസ്റ്റ് ചെയ്യാണ്. എനിക്കിത് ആവശ്യമാണ്. ഇതെനിക്ക് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് സന്തോഷത്തിൽ പോകാൻ പറ്റൂ. കാരണം നമ്മുടെ ജഗ് എംപ്റ്റി ആണെങ്കിൽ നമുക്ക് ഒരാളുടെ കപ്പിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. കൊടുക്കണതൊക്കെ കച്ചറ സാധനങ്ങളായിരിക്കും. ദേഷ്യവും വെറുപ്പും നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നേന്നുള്ള ഒരു കൺസെപ്റ്റും. അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ. പക്ഷെ നമ്മളുടെ ജീവിതം സഫലമാവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം ഹാപ്പി ആക്കണം. അത്രേ ഉള്ളൂ ജീവിതം. അപ്പം നമ്മളെ മാത്രം നോക്കിയിട്ടും ജീവിക്കാൻ പറ്റില്ല എന്നും വിചാരിച്ച് നമ്മൾ മറ്റുള്ളവരെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളെ മറന്നിട്ടും ജീവിക്കരുത്. അള്ള ഓരോന്നിനും അതിൻ്റെതായ
പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റുള്ളതൊക്കെ ഒരു അമാന പോലെ തന്നെ നമ്മൾ നമ്മളെയും ഒരു അമാനയായിട്ട് കരുതി അതിനെ നല്ല രീതിയിൽ നോക്കണം. നമ്മൾ ഈ പുറത്ത് പോകുമ്പോൾ മാത്രം ഡ്രസ്സ് മാറ്റുന്നത് എന്തുകൊണ്ടാ? ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് പറയാം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാ സങ്കടാവുന്നേ? നമ്മള് നമ്മളെ തന്നെ നോക്കൂല. നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുറേ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിരിക്കും. അതിന് പകരം നമ്മളെ തന്നെ ഒന്ന് കുറച്ച് ഭംഗിയാക്കാനും നമുക്ക് വേണ്ടി കുറച്ച് സമയം എടുക്കാനും അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലോ? ബൈ ദ ഈവനിങ് നമുക്ക് കുറേ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആയിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പി പ്ലേസ് ആവും. ഓക്കെ? അതാണ് സെൽഫ് ലവ്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് എവരിബഡി ഒരു ഐഡിയ കിട്ടിയല്ലോ സെൽഫ് ലവ് എന്താന്ന്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബാക്കി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ സെൽഫ് ലവ് 2 രീതിയിലുണ്ട്. ഇപ്പൊക്കെ ഈ സൈക്യാട്രിയിലും സൈക്കോളജിയിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സെൽഫ് ലവ് ചില സമയത്ത് നമുക്ക് ഈ ദീനില്ലെങ്കിൽ നമ്മൾ ചിലപ്പം തെറ്റായ വഴിയിലേക്ക് പോവാം. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? നീ സ്ട്രോങ് ആണ്, നീ അതാണ്, നിന്നെ കൊണ്ടെല്ലാം പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുക. യുനോ മോഡേൺ തെറപ്പീസ് ഒക്കെ അങ്ങനെയാണ് പോണത്. നിനക്ക് ഇന്ന് ജോലിക്ക് പോകാൻ തോന്നുന്നില്ലെങ്കിൽ അത് നിന്റെ മനസ്സിന്റെ ഇതാണ്. അപ്പം നീ അതിനൊരു റെസ്റ്റ് കൊടുക്കുക, അതിനെ സ്നേഹിക്കുക. ഇന്ന് നീ പാമ്പർ യുവർ സെൽഫ്. അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ദീനിലുള്ള സെൽഫ് ലവ് വേറെ തന്നെ ഒരു കൺസെപ്റ്റാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ദീനിലുള്ള സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ പറഞ്ഞ എന്താണ്? നമ്മളൊരു അമാല് മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സന്തോഷം കൂടുക, നിൽക്കുക, കുറേ കാലത്തേക്ക് നിൽക്കുക. 2 കാര്യങ്ങളുണ്ട് മെയിനായിട്ട്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, ഒന്ന് എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും നന്മകൾ മാത്രം കാണുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളുടെ ഇടയിലുള്ള നന്മകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്നിട്ട് അള്ളാഹിനോട് അതിന് അൽഹംദുലില്ലാ പറയാം. രണ്ടാമത്തേത് നമ്മൾ മറ്റുള്ളവരെ എന്നുവെച്ചാൽ നമ്മൾ ഏറ്റവും താന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ പൊക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൊങ്ങുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പൊങ്ങുന്നത് നമ്മൾ കാണും. നമ്മൾ എന്തായാലും കാണും. എന്തായാലും നമ്മുടെ മനസ്സിലോ പ്രവൃത്തിയിലോ എന്തിലെങ്കിലും നമ്മൾ ആ ഉയർച്ച കാണും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾക്ക് ശരിക്കും ആ കണ്ടന്റ്മെന്റ് തരുന്ന 2 കാര്യങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കുന്നതും എന്നുവെച്ചാൽ സർവീസ്, മറ്റുള്ളവർക്കുള്ള ഒരു സർവീസ്. അത് നമ്മളെ വീട്ടിൽ മക്കൾക്ക് വേണ്ടിയിട്ടും ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ആയാലും അതോ നമ്മൾ പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടായാലും ഒരാളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നെട്ടോട്ടോടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ് ഇരിക്കുന്ന ഒരു ഫുൾ, എനിക്ക് ടൈം ലാഗ് ഓർമ്മ കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു ഫുൾ ടൈം ഇരിക്കണതിനാൻ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു വ്യക്തി അവരുടെ മുസ്ലിം സഹോദരന് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഓടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എഅ്തികാഫ് ഇരിക്കുന്നതിനാൻ കാട്ടി അത് മസ്ജിദുൻ നബവിയിലെ എഅ്തികാഫ് ഇരിക്കുന്നതിനാൻ കാട്ടി നബിക്ക് ഇഷ്ടം അതാണെന്നാ പറഞ്ഞത്. അതാണ് കൂടുതൽ ബെനിഫിഷ്യൽ. നമ്മൾ മറ്റുള്ള ഒരാൾക്ക് ഒരു ബെനിഫിറ്റ് വരിക. അപ്പം ഈ 2 കാര്യങ്ങൾ നമുക്കൊരു ലോങ് ടേം ഹാപ്പിനെസ് കിട്ടും. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇത് 2ഉം ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് ചെയ്യുമ്പം തന്നെ നമ്മൾ ഓൾറെഡി നമ്മളുടെ സെൽഫിനെ നോക്കാനുള്ള, നമ്മളെ സെൽഫിന് ഒരു ഹാപ്പിനെസ് കിട്ടാനുള്ള മാറ്റേഴ്സ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഇപ്പൊ അവരൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസും ഗ്രാറ്റിറ്റ്യൂഡ് കലണ്ടേഴ്സും ഗ്രാറ്റിറ്റ്യൂഡ് ആപ്സും ഒക്കെ കുറേ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നബി പണ്ടേ പറഞ്ഞ കാര്യമാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ താഴത്തുള്ളവരെ നോക്കി നിങ്ങൾ അൽഹംദുലില്ലാ പറയാം, അല്ലേ? അതാണ് നമുക്ക് നബി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും മുകളിലുള്ളവരിൽ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മളുടെ താഴത്തുള്ളവരിൽ നോക്കാനാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കെന്താ നടക്കാൻ പറ്റുന്നില്ലേ? എന്നാ കടന്നവരിൽ നോക്ക്. അത്ര ബുദ്ധിമുട്ട് അള്ളാഹ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പം എന്താ, അങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്മളെ ഓരോ കാര്യവും താഴോട്ട് നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഇനി അപ്പൊ ആദ്യത്തെ കാര്യം സെൽഫ് ലവ്. ഓക്കെ, അതിൽ മെയിൻ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബി ഗ്രേറ്റ്ഫുൾ. നമ്മൾ അള്ളാഹിനോട് എല്ലാ കാര്യത്തിലും നന്ദി പറയാം. ഒരു മിനിറ്റ് ഒന്ന്.
നമ്മൾ എല്ലാ കാര്യത്തിലും നന്ദി പറയാ. Recording in progress. ഓക്കെ, നമ്മൾ എല്ലാ കാര്യത്തിലും നന്ദി പറയലും അതിന്റെ കൂടെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സർവീസിൽ ഇൻവോൾവ് ആവലുമാണ് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യം. ഇനിയിപ്പോ അടുത്ത പോയിന്റിൽ പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹ് നമുക്ക് തരുന്ന എല്ലാതും, നമ്മളിപ്പോൾ നമ്മുടെ ശരീരവും അതും ഇതൊക്കെ അമാനാന്ന് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഒബ്ലിഗേഷൻസ് ഒക്കെ ഇതാക്കുക. ഇനിയിപ്പോൾ അള്ളാഹ് തരുന്നത് തന്നെയാണ് നമുക്ക് ഓരോ സിറ്റുവേഷൻസും. നമ്മളുടെ ഓരോ മോമെന്റും അള്ളാഹ് പ്ലാൻ ചെയ്തിട്ടുള്ള മോമെന്റാണ്. ഒന്നും ഇങ്ങനെ അള്ളാഹ് ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇതെന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല. അള്ളാഹ് ഓരോരുത്തരുടെ ലൈഫിന് വേണ്ടിയിട്ടും ടൈലർ മെയ്ഡാണ്. എന്നുവെച്ചാൽ അള്ളാഹ് തന്നെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇറക്കിയതാണ് അള്ളാഹുടെ ഖദ്ർ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും റെഡി ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം തുടക്കത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് കാര്യം, എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ജീവിതം ഒരു ടെസ്റ്റാണ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. ചെറിയ ബുദ്ധിമുട്ടുകൾ മുതൽ വലിയ ബുദ്ധിമുട്ടുകൾ വരെ വരും. ചിലപ്പോൾ മരണം വരെയുള്ള ബുദ്ധിമുട്ടുകളും വരും. അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ട്രൂത്ത് ആണെന്ന് മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹ് തരുന്ന ഏത് ഖദറും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ഖദറും. കാരണം നമുക്ക് നബി പറഞ്ഞ പോലെ ഒരു ബിലീവറിന് ഈ ലോകം, ഈ ദുനിയാവ് ഒരു പ്രിസൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ജയിൽ പോലെ ആയിരിക്കും ഒരു വിശ്വാസിക്ക്. ഒരു അവിശ്വാസിക്കോ അതൊരു സ്വർഗം പോലെ ആയിരിക്കും. അപ്പൊ ഞാനൊക്കെ ആദ്യം വായിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വിശ്വാസിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ ലോകത്ത്, അവിശ്വാസിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പം മനസ്സിലായത് എന്താണെന്നറിയോ? ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്തുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതും അള്ളാഹ് തരുന്ന ഒരു നിയമത്താണ്. അള്ളാഹ് എനിക്ക് എപ്പോഴോ ഞാൻ വായിച്ചതാണ്, എനിക്കിപ്പം പറയാൻ തോന്നിയത്. പക്ഷെ ആ നിയമത്ത് നമ്മൾ തട്ടിക്കളയരുത്. നമ്മൾ അങ്ങോട്ട് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കി കളയരുത്. എല്ലാത്തിനും സമയം എടുത്ത് അതിന്റെ സമയം കൊടുത്ത് ചെയ്യണം. അപ്പം നമുക്ക് ഈ ജീവിതം ഭയങ്കര എളുപ്പം, ഭയങ്കര ക്ലിയർ ആയിട്ട് തോന്നും, ബുദ്ധിമുട്ടില്ലാണ്ട്. അപ്പം ഈ നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ എന്താ പറഞ്ഞിട്ടുള്ള, ഒരു വിശ്വാസിക്ക് ഈ ജീവിതം ഒരു 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 ജയിൽ പോലെ ആയിരിക്കും, ഒരു പ്രിസൺ പോലെ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയോ? ആ വിശ്വാസിന്റെ വീട് എന്ന് പറഞ്ഞാൽ, ആ വിശ്വാസിക്ക് വിശ്വാസിന്റെ വീട് അല്ലെങ്കിൽ അവസാനം എത്തേണ്ട ആ ഒരു സ്ഥലമില്ലേ, അതിലാണ് വിശ്വാസിയുടെ മനസ്സ് മുഴുവനും. നമുക്കിപ്പോൾ അള്ളാഹിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ലോകം എത്ര നമുക്ക് തന്നാലും നമുക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? നമുക്ക് നമ്മളുടെ ജന്നയിലെത്തണം. നമുക്ക് നമ്മളുടെ ജന്നയിലെത്തിയിട്ട് അള്ളാഹിനൊന്ന് കാണണം. ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ കാണാൻ പോണത് എന്തായിരിക്കും ജീവിതത്തിലെ? നമ്മളിപ്പോൾ നാടുകളിൽ പോയിട്ടുണ്ടോ, അതോ നമ്മൾ TV-യിൽ കണ്ടിട്ടുണ്ടോ, അതോ ഡോക്യുമെന്ററീസിൽ കണ്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഓരോന്നും ഓരോ മിറക്കിളല്ലേ. ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു പറച്ചിലുണ്ട്, 2 തരം ആൾക്കാരെ ഈ ലോകത്ത്. ഒരു തരം ആൾക്കാർ ലോകത്ത് എന്ത് കണ്ടാലും അതിലൊന്നും ഇല്ല എന്ന് വിചാരിക്കും. മറ്റേ വിഭാഗം എന്താന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്ത് കണ്ടാലും ഓരോ സംഭവവും അവർക്ക് അതൊരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു മിറക്കിളായിട്ട് തോന്നും, ഒരു വലിയൊരു അത്ഭുതമുള്ള ഒരു കാര്യമായിട്ട് തോന്നും എന്ത് കണ്ടാലും.
സുബ്ഹാനല്ലാ. അല്ല നമ്മളെ ആ രണ്ടാമത്തെ കാറ്റഗറിയിലാക്കട്ടെ. കാരണം എന്താന്ന് വെച്ചാൽ ഒരു മിഷനും ഇല്ലാണ്ടാണ് ജീവിക്കണെ. ഒരു കാര്യവും ഇല്ലാണ്ടാ ജീവിക്കണെ. അതേപോലെയാണ് നമുക്ക് ഈ ലോകത്തിലൊക്കെ നമ്മൾ കാണുന്ന കുറേ മിറക്കിൾസ്, കുറേ ബ്യൂട്ടിഫുൾ തിങ്സ്, കുറേ ബ്യൂട്ടിഫുൾ സ്ഥലം, മലകളും വാട്ടർഫാൾസും എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? ഇതൊക്കെ ഹയാത്ത് ദുനിയ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ലോ ആയിട്ടുള്ള ലൈഫ്. ഏറ്റവും വില കുറവ് കൽപ്പിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ് ഹയാത്ത് ദുനിയ, ഈ ലോകത്തുള്ള ഈ ജീവിതം. അപ്പൊ ഈ ജന്ന ഉണ്ട് ഏറ്റവും ഉയർച്ചയിൽ വെച്ചിട്ടുള്ള ആ ജന്നയിലുള്ള വാട്ടർഫോളും ആ ജന്നയിലുള്ള സ്ട്രീംസും ആ ജന്നയിൽ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കണതും ആ ജന്നയിൽ നമ്മൾ കസേരയിലിരുന്ന് മറ്റുള്ളവരെ നോക്കുന്നതും ആ ജന്നയിലിരുന്ന് നമ്മൾ എന്താണ് ഈ കുടിക്കണതും ആ കുടിക്കണതിന്റെ മുകളിൽ എന്താണ് അത് സീൽഡ് ആണ്. സുബ്ഹാനല്ലാ. എന്നിട്ട് അള്ള പറയാ ആ സീൽ എന്താണ്? സീൽ എന്താണ്? മസ്കാണ്. സുബ്ഹാനല്ലാ. മസ്കാണ് നമ്മൾ കുടിക്കാൻ പോണ അതിന്റെ തസ്നീം എന്നുള്ള കുറച്ച് മിക്സ്ചറുമായിട്ടുള്ള ആ ഡ്രിങ്കിന്റെ മോളില് അത് ക്ലോസ് ചെയ്തിരിക്കണ മസ്ക് വെച്ചിട്ടാണ്. മസ്ക് ഒരു മണല്ലേ? അത് വെച്ച് എങ്ങനെയാ മൂടുക അല്ലേ? നമുക്ക് എന്തെങ്കിലും ഇട്ടിട്ട് മൂടണ്ടേ? പക്ഷെ സുബ്ഹാനല്ലാ അത് ജന്നയാണ്. ആൻഡ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് വിൽ ബി. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചില ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ മണം കൊണ്ട് തന്നെ നമുക്ക് കുടിക്കാൻ തോന്നില്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണമായിരുന്നു മസ്ക്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ മണം അങ്ങോട്ട് വന്നിട്ടേ നമുക്കത് സുബ്ഹാനല്ലാ, മേ അല്ലാഹ് യുനൈറ്റ് ഈച്ച് സിംഗിൾ വൺ ഓഫ് us in Jannah and all our loved ones. ആമീൻ. ആ ഒരു ജന്നയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഒരു ബിലീവറിന്റെ മെയിൻ എയിം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ സംഭവങ്ങളും വാട്ട് എവർ കംസ് ഇൻ ബിറ്റ്വീൻ അതൊക്കെ ആ പേഴ്സണിനെ ഒരു ജയില് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ റൂഹ് എടുക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാ അല്ല പറഞ്ഞിരിക്കണത്, നമ്മൾ ഈ റൂഹ് എടുക്കുന്ന സമയത്ത് ഒരു ബിലീവറിന്റെ റൂഹ് എങ്ങനെയാ വരിക? സ്പീഡിൽ ഇങ്ങനെ ഒലിച്ച് വരും. ഒരു വെള്ളം ഒഴിക്കണ പോലെ അല്ലേ? ജഗന്ന് വെള്ളം ഒഴിക്കണ പോലെ ഒലിച്ച് വരും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം എന്താ? അവരിങ്ങനെ അള്ളാനെ കാണാൻ മുട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ ലോകം എന്ന് പറയുന്ന ഒരു prison ആയിട്ട് തോന്നും. കാരണം അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടത് ആഖിറത്താണ്. അവർക്ക് വേണ്ടത് ജന്നയാണ്. അവർക്ക് വേണ്ടത് ജന്നത്തുൽ ഫിർദൗസാണ്. അവർക്ക് വേണ്ടത് അള്ളാനെ ഒന്ന് കാണലാണ്. അവർക്ക് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ബാക്കി നമ്മൾ കേട്ടിട്ടുള്ള ഈ ആസിയ അലൈഹിസ്സലാമും മറിയം ബീവിയും നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാവരും, ഖദീജ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, നമുക്ക് നമ്മൾ വിചാരിച്ചിരിക്കണ കുറേ ഇവരൊക്കെ ആയിട്ട് നമുക്ക് ജന്നത്തിൽ നടക്കണം. നമുക്ക് ജന്നത്തിൽ ഇവരൊക്കെ ആയിട്ട് കൂടണം. ജന്നത്തിൽ അള്ളാനെ കാണണം. ജന്നത്തിലെ അവിടെ ഇരിക്കണം. നമുക്ക് ഇങ്ങനെ ചിന്തയാണ്. അതുകൊണ്ടാണ് ഈ ബിലീവേഴ്സിന് ഈ ലോകം ഒരു ഒന്നുമല്ല. അപ്പൊ അവർക്ക് ഇതൊരു പ്രിസൺ പോലെ തോന്നും. അപ്പൊ അള്ള വിളിക്കുമ്പോ അവര് പോവാൻ റെഡിയാ. പക്ഷെ മറ്റുള്ളവരോ? അവർക്ക് ഈ ദുനിയാവാണ് എല്ലാം. ദുനിയാവാണ് അവർക്കെല്ലാം. അതുകൊണ്ട് അവർക്ക് ഇതാണ് ജന്ന. അവർക്ക് ഇതാണ് ജന്ന. അപ്പൊ അവരുടെ മനസ്സിൽ ഇതാണ് സ്വർഗം. അപ്പൊ ഇവിടുന്ന് എനിക്ക് എന്തൊക്കെ കിട്ടാ അതൊക്കെ ഞാൻ നേടണം. കാരണം ഇത് സ്വർഗാണ്. നമുക്കിപ്പോ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളിപ്പോ സ്വർഗത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ എല്ലാം നമുക്ക് വേണ്ടേ? അതേപോലെ ഈ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ലോകമാണ് സ്വർഗം. ആ ലോകത്തിൽ അവർക്ക് എല്ലാം വേണം. സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് വേണം. അതെന്തുകൊണ്ടാ ഇല്ലാത്തെ? പിന്നെ വീട്ടിൽ പ്രശ്നം. അതെന്തുകൊണ്ടാ അവരുടെ മക്കൾ അങ്ങനെ? പിന്നെ നമ്മളുടെ മക്കളിൽ പ്രശ്നം. അതുകൊണ്ട് എല്ലാം അവർക്ക് വേണം. അപ്പൊ എന്താ? അവർക്ക് ഇതാണ് ജന്ന. ഇതിനെയാണ് സ്വർഗമായിട്ട് കാണുന്നത്. അതുകൊണ്ട് എന്താ? അവരുടെ റൂഹ് എടുക്കുമ്പോ എങ്ങനെയെന്നാ പറഞ്ഞത്? നമ്മള് ഒരു മുള്ളുള്ള വടി എടുത്തിട്ട് ഒരു കോട്ടനിലിട്ടിട്ട് വലിക്കുമ്പോ എങ്ങനെയാ? കീറി പിടിച്ച് പറിച്ച് വലിക്കുന്ന പോലെയല്ലേ? അതേപോലെയാണ് അവരുടെ റൂഹ് വരിക. കാരണം അവര് തീരെ വിചാരിക്കണില്ല. അവർക്ക് ഇതായിരുന്നു. അവർക്കെല്ലാം ഇവിടുന്ന് തന്നെ വേണം. അപ്പം അവർക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം അവരുടെ ജന്ന ഇതാണ്. അപ്പൊ ഇത് വിട്ടു പോണ്ട അവർക്ക്. അപ്പൊ അതാണ് ആ ഹദീസിന്റെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോ. അപ്പൊ സുബ്ഹാനല്ലാഹ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മളുടേത് ഇങ്ങനെ ഒഴുകി പോകുവോ? നമ്മളുടെ റൂഹ് എടുക്കുമ്പോ അള്ളാഹിലേക്ക് നമ്മൾ ഓടി പോവോ? ഹാപ്പി ആയിട്ട് പോവോ? അതോ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി നമ്മൾ ഇവിടുത്തെ ലോകത്തിനെയാണോ ജന്നയായിട്ട് എടുത്തിട്ടുള്ളത്? അപ്പൊ നമ്മൾ വിചാരിക്കണം നമ്മൾ ഏത് കാറ്റഗറിയിലാന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ അള്ളാഹുടെ ഖദർ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്
അള്ളാഹ് സോറി ട്ടോ, ആള് ലീവായെന്ന് തോന്നുന്നേ. ഒന്ന് നോക്കട്ടെ. അസ്സലാമു അലൈക്കും. സോറി, എൻ്റെ ലാപ്ടോപ്പ് ഡൈഡ് ഓഫ്. എനിവേസ് ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പൊ നമ്മള് ഖദറിന്റെ കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊരു പ്ലാൻഡ് ആയിട്ട് തന്ന കാര്യങ്ങളാണ്. ലൈഫിലത്തെ ഓരോ ഇൻസ്റ്റന്റും നമ്മൾ ചിലപ്പോൾ ദുആ ചെയ്യുന്നത് നമ്മള് ഈ എന്താണ് ഒരു നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഗാർഡനിൽ ഫുള്ള് ചെടികളെ ഒന്നും കൂടെ മുളക്കണമെങ്കിൽ ഒരു മഴ വരണം, അല്ലേ? പക്ഷെ നമ്മൾ ചെടികൾക്കായിരിക്കും ചോദിക്കണ്ടാവുക, അള്ളാഹിനോട് കുറെ പച്ചപ്പിനായിരിക്കും ചോദിക്കണ്ടാവുക. പക്ഷെ ആ മഴ പെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെയാണ് നമ്മുടെ എന്ത് ദുആ ചെയ്യുമ്പോഴും അള്ളാഹുടെ ഹിക്മയിൽ നമ്മൾ വിശ്വസിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അല്ലാതെ നമ്മൾ ഇന്ന് കണ്ടീഷൻസ് കൊടുത്തിട്ട് അള്ളാഹിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുടെ ഹിക്മ ഇസ് ബിയോണ്ട്. നമ്മുടെ ഹിക്മ മൈന്യൂട്ട് ആണ്. നമ്മളിപ്പോ ഒരു ചെറിയൊരു കുട്ടി എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു മോന് ഒരു കാറിന്റെ ഡോർ അടക്കോ എല്ലാ സ്റ്റെപ്സ് ഇറങ്ങാൻ പോകുന്നു, പക്ഷെ നമുക്കറിയാം ആ കുട്ടിക്ക് പറ്റൂല എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. ഒരു 2 വയസ്സൊക്കെ ആവുമ്പോൾ അവർ പറയൂല, എനിക്ക് തന്നെ ഡോർ പൂട്ടണം എന്ന് പറയും. പക്ഷെ എന്നിട്ട് ഡോറിന്റെ മുമ്പിൽ പോയിട്ടായിരിക്കും അവർ പൂട്ടുക. അപ്പൊ നമുക്കറിയാം ഡോർ പൂട്ടാൻ പോകുമ്പോൾ തലയായിരിക്കും തലയിൽ ഇടിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ കുട്ടിനെ മാറ്റും, അല്ലേ? കുട്ടിനെ മാറ്റും. പക്ഷെ കുട്ടി ഭയങ്കര അപ്സെറ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ അത് പൂട്ടി കൊടുക്കും. കുട്ടി ഭയങ്കര അപ്സെറ്റ് ആവും, കാരണം അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ കാര്യമാണത്. എന്താ? ഡോറ് പൂട്ടുക. ആ നിമിഷത്തില് ആ ഡോറ് പൂട്ടാന്നുള്ളത്. പക്ഷെ നമ്മൾ അത് പൂട്ടിയത് കൊണ്ട് അവരുടെ എല്ലാം പോയി. കാരണം അവര് മനസ്സിൽ ചിന്തിക്കണില്ല, എന്റെ തല കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ചെയ്യണേന്നുള്ളത് ചിന്തിക്കണില്ല. അവരുടെ മനസ്സിൽ എനിക്കത് ചെയ്യണമായിരുന്നു, അത് ചെയ്താൽ എന്താ ഇപ്പൊ പറ്റുക, അത് ചെയ്താൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, ഉമ്മ എന്തിനാ അത് പൂട്ടാൻ നിന്നെ. അവരുടെ മനസ്സിൽ മുഴുവൻ ആ ചിന്തയായിരിക്കും. അവരറിയണില്ല. കാരണം അവര് 2 വയസ്സേ ആയിട്ടുള്ളൂ, നമ്മള് 40 വയസ്സായി. അപ്പൊ നമുക്ക് ബുദ്ധിയുണ്ട്, അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കും. അതേപോലെ മനുഷ്യന്മാരുടെ എല്ലാവരുടെ ബുദ്ധിയും അള്ളാഹുടെ ഹിക്മ വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല. അള്ളാഹ് നമുക്ക് തന്നത് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അള്ളാഹുടെ ഹിക്മ വെച്ചിട്ട് അള്ളാഹ് നമ്മളുടെ ലൈഫിലെ സിറ്റുവേഷൻസ്, ഈ കാറിന്റെ സിറ്റുവേഷൻ പോലെ തന്നെ, ഈ ഡോർ പൂട്ടുന്ന സിറ്റുവേഷൻ പോലെ തന്നെ, കുറെ സിറ്റുവേഷനിൽ അള്ളാഹ് നമുക്ക് പൂട്ടിത്തന്നേക്കാം. ആ പൂട്ടിയത് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, നമുക്ക് വേറൊന്നായിരിക്കും ഇഷ്ടാവുക, നമുക്ക് വേണ്ടുന്നത് വേറൊന്നായിരിക്കും. പക്ഷെ അള്ളാഹ് നമുക്ക് തന്നത് ആ ഡോറ് പൂട്ടി, നമുക്ക് വേണ്ടുന്ന അതിന്റെ ഡോറ് പൂട്ടി അള്ളാഹ്. പകരം വേറെ എന്തോ തന്നു, അത് നമുക്ക് വേണ്ട, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, നമുക്കത് വേണ്ട. പക്ഷെ അള്ളാഹ് പറയണ എന്താ? നിങ്ങൾ നല്ലത് എന്ന് വിചാരിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ മോശം എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കാം. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതാണ് നമ്മൾ ആക്സെപ്റ്റൻസ് ഓഫ് ഖദർ എന്ന് പറയുന്നത്. നമ്മൾ അതിൽ അങ്ങോട്ട് അള്ളാഹ് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്നോ അത് ആദ്യം നമ്മൾ സ്വീകരിക്കുക. എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി തന്നതാണ്. അത് എന്തായാലും, നമ്മുടെ ഭർത്താവായാലും മക്കളായാലും ഉപ്പ ഉമ്മമാരായാലും സഹോദരി സഹോദരങ്ങളായാലും ജീവിതമായാലും എല്ലാം നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക നമ്മളുടെ ഖദറില്. അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. അള്ളാഹുടെ ഖദർ നമുക്ക് ഒരു രീതിയിലും മാറ്റാൻ പറ്റില്ല. നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടൂ, നമുക്ക് വിധിക്കാത്തത് ഒരിക്കലും നമുക്ക് വരില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എളുപ്പമായി. നമ്മൾ എന്തിനാ ഈ നെട്ടോട്ട് ഓടുന്നത്? നമുക്ക് വിധിച്ചത് മാത്രമല്ലേ കിട്ടുള്ളൂ. എന്തിനാ നമ്മൾ ഈ നെട്ടോട്ട് ഓടുന്നത്? നമുക്ക് വിധിക്കാത്ത എന്തായാലും നമ്മളുടെ അടുത്ത് വരുമോന്നില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഓക്കെ, ഇതാണ് ഖദർ. നമ്മൾ അള്ളാഹിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു 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 ജീവിതത്തിൽ കുറേ ക്രോസ് റോഡ്സിലെത്തും, എന്ന് വെച്ചാൽ കുറേ നമ്മൾ ജംഗ്ഷനിലെത്തും, കുറേ തരം ജംഗ്ഷനിലെത്തും. ഓരോ ജീവിതത്തിൽ ഓരോ ഭാഗം എത്തുമ്പോഴും, നമ്മൾ ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോഴും നമുക്ക് ഓരോ തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താ? ഈ ജംഗ്ഷനിൽ ഞാൻ എത്തിയത് അള്ളാഹുടെ ഖദറാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. കാരണം എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളയാണ് വദൂദ്, എന്നെ
ഏറ്റവും സ്നേഹിക്കുന്നത്, എൻ്റെ ഉപ്പ ഉമ്മാനെ കാട്ടി, ഭർത്താവിനെ കാട്ടി, മക്കളാൻ കാട്ടി, സുഹൃത്തുക്കളാൻ കാട്ടി, ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവരാൻ കാട്ടി എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ അള്ള തന്ന കതിറാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ ജംഗ്ഷനിൽ എത്തിയിട്ടുള്ളത്. ഞാനത് സ്വീകരിച്ചു. ഇത് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് തവക്കുല് വരുള്ളൂ. അത് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ ചുറ്റും നോക്കാം. എനിക്ക് സമയം അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞോട്ടെ. ഒരു പേപ്പർ, ഒരു പെന്ന്, അല്ലെങ്കിൽ ഫോണുള്ളവര് ഫോണിൽ ചെയ്യണമെങ്കിൽ ഫോണിൽ. ഓക്കെ, ഇനിയിപ്പോ ഒന്നും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ മനസ്സിൽ എഴുതിക്കോ. ഓക്കെ, എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ തരും, ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ തന്ന ബുദ്ധിമുട്ടുകൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം തൽക്കാലമായിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കുവോ? ഓരോരുത്തരും ഒന്ന് എഴുതി വെച്ച് നോക്കിയേ. ഇനിയിപ്പോ അത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിൽ ചിന്തിക്കുക. പക്ഷെ എഴുതുന്നതാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക നമ്മുടെ ലൈഫിൽ. നമ്മൾ എന്ത് എഴുതിയാലും നമ്മുടെ ബ്രെയിൻ ആയാലും, ബ്രെയിൻ പഠിക്കുന്ന രീതിയിലും, നമ്മുടെ കണ്ണ് കണ്ടിട്ടുള്ള രീതിയിലും, അതുകൊണ്ട് ഒരു എഫക്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു എഫക്റ്റ് ആണ്. ഇഫ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, എല്ലാവരും എഴുതിയ? അത് എഴുതിയതിന് ശേഷം ഐ വാണ്ട് ഈച്ച് വൺ ഓഫ് യു, അതൊരു ബുദ്ധിമുട്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റെയിൽവേ ട്രാക്ക് ഓർമ്മ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് എഴുതി. ഈ ബുദ്ധിമുട്ട് അല്ല നിങ്ങളെ ആ ഒരു ജംഗ്ഷനിൽ ഇട്ടിരിക്കുക. അതിപ്പോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം അള്ളാഹുടെ ഖദറാണെന്ന് അറിയാം. പിന്നെ എന്താ ചെയ്യണ്ടേ? ഈ ദുനിയാവ് ഒരു ചെറിയ ഓർമ്മയുണ്ടോ നമ്മള് സമുദ്രത്തില് കൈമുക്കിയത്? ഈ ദുനിയാവ് ഒരു ചെറിയൊരു സംഭവമാണ്. ഓക്കെ, ആ ചെറിയ സംഭവമാണ്. അപ്പൊ അതിന്റെ അപ്പുറം മൂസ അലൈഹിസ്സലാം എന്താ ചെയ്തേ? ഇന്ന മാഹിയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അള്ളാഹ് ഹെൽപ്പ് ചെയ്യും. ഇത്രയും ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പം എന്നുവെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഈ ജംഗ്ഷനിൽ നിങ്ങൾ ചുറ്റും നോക്കി നോക്കിയേ, എത്രമാത്രം നല്ല കാര്യങ്ങളുണ്ട്. ഇനി ചിലപ്പോ ഈ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ടൂൾസ് അടക്കം അള്ളാഹ് നിങ്ങൾക്ക് ചുറ്റും വിട്ടിട്ടുണ്ടാവും. ഒന്നിക്ക് ചിലപ്പോൾ സുഹൃത്തുക്കളിലൂടെ ആയിരിക്കാം, ചിലപ്പം ഏതെങ്കിലും ഇതേപോലത്തെ ഒരു സംസാരത്തിലൂടെ ആകാം, ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് കൊണ്ടാവാം, ഏതെങ്കിലും ഒരു ആയത്തായിരിക്കാം, ഏതെങ്കിലും ഒരു ഹെൽപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്രോസ് ചെയ്ത ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് ഒരു അള്ളാഹ് തന്ന നിഅമത്ത് കാണുന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം എഴുതാൻ പറ്റുമോ? ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള നിഅമത്ത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചെന്ന ഒരു 1 or 2 കാര്യം അതിന്റെ കൂടെ എഴുതുമോ? ഷോർട്ടായിട്ട് എഴുതിയാൽ മതിട്ടോ, പിന്നെ നിങ്ങൾ ലെങ്തൻ ചെയ്തോളൂ. ഇൻഷാല്ലാ 1 more minute and then we will continue. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അത് അവിടെ വെച്ചോട്ടാ, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, നിങ്ങൾ ഇത്രയും ചെയ്ത് നിങ്ങൾ അള്ളാഹ് നമ്മളുടെ കൂടെ ഉണ്ട്, എനിക്കൊന്നും ടെൻഷൻ അടിക്കാനില്ല എന്ന് വിചാരിച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കുറെ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും വിചാരിക്കുക, നമ്മൾ മെയിനായിട്ട് സ്ത്രീകളാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ മെയിൻ സ്ത്രീകളാന്ന് തോന്നുന്നു, മെയിനായിട്ട് സ്ത്രീകളാണെങ്കിൽ നമ്മൾ വിചാരിക്കുക എപ്പോഴും
നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ, നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ശരിയാക്കാൻ പറ്റുമായിരുന്നോ, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ഓവറാക്കും. അപ്പൊ ഈ ഓരോ പ്രാവശ്യം ചിന്തിക്കുമ്പോഴും ഒരു കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഇങ്ങനെ ഇറങ്ങും. ഈ കോർട്ടിസോൾ ഇറങ്ങാൻ വേണ്ടിയിട്ടേ നമ്മള് ഒരു 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 പ്രശ്നം ചിന്തിക്കാന്ന് വിചാരിച്ചോ, ആ പ്രശ്നം സംഭവിക്കുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ഞാനിപ്പം എന്തോ ചെയ്യാൻ പോണ്, പക്ഷെ ആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന വ്യക്തി ദേഷ്യം പിടിക്കുമല്ലോ, അന്ന വ്യക്തി, അത് ചിന്തിക്കുമ്പം തന്നെ കുറേ കോർട്ടിസോൾ ഇറങ്ങും നമ്മളുടെ ശരീരത്തിൽ. ചിന്തിക്കുമ്പം തന്നെ, അത് സംഭവം നടക്കണം എന്നില്ല, അത് ചിന്തിക്കുമ്പം തന്നെ കുറേ കോർട്ടിസോൾ ഇറങ്ങും. ഈ കോർട്ടിസോളിന് ലോങ് ടേം കുറേ കണ്ടീഷൻസ് ഉണ്ടാക്കും. ആങ്സൈറ്റി, ഡിപ്രഷന്, ക്രോണിക് ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ക്രോണിക് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഫുൾ ടൈം ഇങ്ങനെ ചിന്തിക്കുക, എന്ത് ടെൻഷൻ അടിക്കുന്ന കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ എന്താ പറഞ്ഞേ, നമ്മൾ പറയാൻ പോവാണ്, നമുക്കൊരു പ്രശ്നം വന്നു, നമ്മൾ ആ ഖദർ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഖദർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മൂസ അലൈഹി ഇസ്ലാം എന്താ കണ്ടത്? ആ പ്രശ്നമല്ല കണ്ട്, പ്രശ്നത്തിലൂടെ അള്ളാനെ കണ്ട്. ഇന്നമായ റബ്ബി സഹയദ്ദീൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ചിന്ത നിർത്താൻ ശ്രമിക്കണം. ബുദ്ധിമുട്ടാണ്. ആ ചിന്തനെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് എന്റെ കൂടെ എന്റെ അള്ള ഉണ്ട് എന്നല്ലേ? എന്റെ അള്ളയല്ലേ ഏറ്റവും മൈറ്റി അസീസ്, എന്റെ അള്ളയല്ലേ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത്, അപ്പൊ തരാണ്ടിക്കൂല. എന്റെ അള്ളാഹ്ക്കല്ലേ എന്തും പവർ ഉള്ളത്. അള്ളാഹ് ഈസ് മുഖല്ലിബുൽ ഖുലൂബ്. ആരുടെ ഹൃദയം മാത്രം വേണമെങ്കിലും അള്ളാഹ്ക്ക് തിരിച്ചിടാം. ഒരു സെക്കൻഡേ വേണ്ടു, ഇത്രേ വേണ്ടു. ആ അള്ളയല്ലേ എന്റെ കൂടെ ഉള്ളത്, ആ അള്ളയല്ലേ എനിക്ക് വഴി കാട്ടാൻ പോകുന്നത്. അപ്പം പിന്നെ ഞാൻ എന്തിനാ ഈ ഇരുന്ന് ചിന്തിക്കണത്? പക്ഷെ നമ്മൾ രണ്ട് കാര്യം ഓർക്കണം. നമുക്ക് മാറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഏത് സിറ്റുവേഷനിലും. എന്ന് വെച്ചാൽ ചിലപ്പം പ്രശ്നം മുഴുവനും എന്റെ തെറ്റുകൊണ്ടായിരിക്കും, അത് ഞാൻ തിരുത്തണം. ഞാന് എല്ലാ ദിവസവും ടെൻഷൻ അടിക്കുകയാണ്, കുട്ടികൾ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. അത് പ്രശ്നം ആരുടെയാ? എന്റെ തന്നെയാ, ചിലപ്പോ മക്കളുടെ ആയിരിക്കും കേട്ടോ. പക്ഷെ അപ്പൊ ഞാൻ എന്താ ചിന്തിക്കണ്ടേ, എനിക്ക് എന്റെ കുട്ടികളെ സമയത്ത് ഇറക്കാൻ പറ്റണില്ലെങ്കിൽ, അതോ രാവിലെ ഞാൻ കുട്ടികളെ ക്വാളിറ്റിയും ഉണ്ട് ക്വാണ്ടിറ്റിയും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പം ഒരാഴ്ചയിൽ എന്റെ മക്കളെ 4 ദിവസവും ലേറ്റ് ആയിട്ട് അയക്കാം, അതൊരു പ്രശ്നമാണ്. ഇനിയിപ്പം ഞാൻ എന്റെ മക്കളെ 5 ദിവസം കറക്റ്റ് സമയത്ത് അയക്കുന്നുണ്ട്, പക്ഷെ വഴക്ക് പറഞ്ഞോണ്ടും ഒച്ച എടുത്തോണ്ടും കുട്ടികളെ കരയിപ്പിച്ചോണ്ടുമാണ് അയക്കണത്. ഈ സിറ്റുവേഷൻ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ കുറച്ച് പണികളൊക്കെ നേരത്തെ തീർക്കാം. കുട്ടികൾ വരുന്നതിന് മുമ്പ്, കുട്ടികൾ താഴത്ത് എത്തുന്നതിന് മുമ്പ് എനിക്ക് അവരുടെ ലഞ്ച് റെഡിയാക്കാം, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനുള്ള ചിന്തിച്ചു വെക്കാം. ഇതൊക്കെ ചെയ്യാം. കുട്ടികൾ താഴത്ത് വരുമ്പോൾ അവരോട് സ്നേഹത്തോടെ വിളിച്ചിരുത്താം. കാരണം എനിക്ക് സമയമുണ്ട്. കുട്ടികളെ ഞാൻ നേരത്തെ എണീപ്പിച്ചു, കുട്ടികളെല്ലാം ഇതാക്കി, അതിനുവേണ്ടി ഞാൻ നേരത്തെ ഉറങ്ങി. ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ എന്റെ കൺട്രോളിലുള്ളതാ. എന്റെ മക്കള് അതിൽ ചില മക്കൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും, ചില കാര്യങ്ങൾ പറ്റൂലായിരിക്കും. ഫോർ എക്സാമ്പിൾ എന്റെ ഒരു കുട്ടിയല്ല, എനിക്കിപ്പോ 3 മക്കളുള്ളതിൽ ഒരു കുട്ടി ചിലപ്പം ഒരു കാര്യത്തിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ചില കുട്ടി മറ്റേ കാര്യത്തിൽ ഫാസ്റ്റ് ആയിരിക്കും, ഓരോ കുട്ടിന്റെയും അറിഞ്ഞുകൊണ്ട് എനിക്ക് അവരിൽ ഓരോരുത്തരെയും എങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഇത് സമയം ഒന്ന് ശരിയാക്കാന്ന് ഞാനൊന്ന് ചിന്തിച്ച ഒരാഴ്ച കഷ്ടപ്പെടണം, പക്ഷെ അത് കഴിഞ്ഞാൽ ഈസിയായി. കുട്ടികളൊക്കെ നല്ല ചിരിച്ചോണ്ടും കളിച്ചോണ്ടും ഭക്ഷണം കഴിക്കും. കളിച്ചോണ്ട് അവർക്ക് കഴിഞ്ഞാലും കുറച്ച് ഒരു 10 മിനിറ്റ് എന്നോട് ഇരുന്ന് സംസാരിക്കാനോ ദുആ ചെയ്യാനോ അവർക്ക് ചൊല്ലിക്കൊടുക്കാനോ എല്ലാം പറ്റും. അവര് നല്ല സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് പറഞ്ഞയക്കാൻ പറ്റും. ഇതൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ടാക്സി വിളിക്കുകയാണ്, ടാക്സി ലേറ്റ് ആയിട്ട് എത്താം. ഇനിയിപ്പം പോകുന്ന സമയത്ത് ടാക്സി പോകുന്ന സമയത്ത് ട്രാഫിക്കിൽ കുടുങ്ങി, വണ്ടി നിന്നുപോയി. ഇതൊന്നും എന്റെ കൺട്രോളിലുള്ളതല്ല. ഈ കാര്യങ്ങൾ ഓർത്തിട്ട് ഞാൻ ടെൻഷൻ അടിക്കണത് ശരിയാണ്? എന്റെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണ്. വെതർ എന്താണ് എനിക്കറിയില്ല, മഴ പെയ്ത് സ്കൂൾ പൂട്ടി എനിക്കറിയില്ല. ഇതൊക്കെ എന്റെ കൺട്രോളിലല്ല, അതെനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതിനെ കുറിച്ച് ചിന്തിച്ച് അല്ലാ ഇന്ന് ട്രാഫിക്കിൽ കുടുങ്ങിയാലോ, അല്ലാ ഇന്ന് ട്രാഫിക്കിൽ കുടുങ്ങിയാലോ, അല്ലാ ഇത് ട്രാഫിക്കിൽ കുടുങ്ങിയാലോ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ദുആ ചെയ്യുക, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെ ഒരു നിമിഷം കൂടെ വിടാണ്ട് എന്റെ കൂടെ നിൽക്കണേ, എനിക്ക് സമയത്തിന് എത്താൻ പറ്റണേ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. അല്ലാഹ്, നീ വിചാരിക്കാണ്ട് ഒരു എളുപ്പവും എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടൂല. അപ്പൊ നീ എനിക്ക് എളുപ്പാക്കിത്താ, എനിക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാം നീ എളുപ്പാക്കിത്താ. ദുആ ചെയ്യാം നമുക്ക്, കാരണം നമുക്കൊരു റബ്ബുണ്ട്. പക്ഷെ ഈ റബ്ബില്ലാത്ത കുറെ ആൾക്കാരില്ലേ, അവരുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് മാറ്റാൻ പറ്റുന്ന മാറ്റാം, മറ്റേതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ. പക്ഷെ നമ്മളെ ഓർത്ത് നോക്കിയേ, നമുക്ക് എന്ത് എളുപ്പാ, നമുക്കൊന്നും ചിന്തിക്കേണ്ട, നമ്മുടെ റബ്ബ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. റബ്ബിനെ ഓർത്താൽ മതി നമുക്ക്. ഇന്നമായ റബ്ബി സയഹ്ദീൻ,
എനിക്ക് അള്ള വഴി കാണിച്ചു തന്നോളും, അള്ള എനിക്ക് എളുപ്പാക്കി തന്നോളും, ഞാൻ എന്റെ ദുആ ചെയ്യാം, നബി പഠിപ്പിച്ചെന്ന ദുആകൾ ചെയ്യാം, എളുപ്പത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോവാം. ഇനിയിപ്പോ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യത്തില് ഞാൻ കുറച്ച് ടൂൾസ് പറയാം. ഓരോരുത്തർക്കും ഓരോ ടൂൾസ് ആയിരിക്കും അള്ള കൊടുത്തിട്ടുണ്ടാവുക. ഓരോരോ ടൂൾ സെറ്റ് ആയിരിക്കും. ഈ ലോകത്തിലുള്ള എല്ലാ ടൂൾ സെറ്റും അള്ള ഒരാൾക്ക് കൊടുക്കൂല. നമ്മൾ എല്ലാത്തിനും ഹെൽപ്പ് വാങ്ങണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയിൽ തന്നെ നബി ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ദീന് വളർന്നതിനൊത്ത് നബി ഓരോരോ കാര്യത്തിന് ഓരോരുത്തരെ ഡെലിഗേറ്റ് ചെയ്തു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതാ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതം ഒരിക്കലും കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. എല്ലാം വാരി വലിച്ച് തലയിലിട്ടിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. ജീവിതം അള്ള എളുപ്പത്തിലാ തന്നിട്ടുള്ളത്. നമ്മളൊരു നല്ലൊരു വിശ്വാസിയായി അള്ളയിൽ വിശ്വസിച്ച് മറ്റുള്ളവരുടെ സഹായങ്ങള് ഏറ്റെടുത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിതം എളുപ്പാ. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, അള്ളാനെ തഖ്വയോടും അള്ളാനെ ഹോപ്പോടും അള്ളാനോടുള്ള വിശ്വാസത്തിലോടും അള്ളാനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗ്രൂപ്പുകളെ കൂടെ പിടിച്ചു കഴിഞ്ഞാലില്ലേ നമുക്ക് എല്ലാ ടൂൾ സെറ്റും കിട്ടി. ഏതെങ്കിലും ഒരാൾ നമ്മളെ പൊക്കും. അങ്ങനത്തെ ഒരു ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലെറ്റ് ഗോ ഓഫ് വറി ആൻഡ് ആങ്സൈറ്റി. നമുക്ക് എപ്പം നെഗറ്റീവ് തോട്ട് വരുന്നോ, ചിന്ത മോശമായ രീതിയിൽ പോകുന്നോ, നമ്മൾ ആദ്യം ചിന്തിക്കണ്ടേ ഈ ചിന്ത നമ്മളെ സഹായിക്കുന്നുണ്ടോ അതോ ഈ ചിന്ത നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇത് വെറും ബുദ്ധിമുട്ടിക്കൽ മാത്രമാണ്, ഒരു സഹായവും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഒരു ചിന്തനെ കൊണ്ട്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഇറ്റ്സ് ജസ്റ്റ് ഷെയ്ത്താന്റെ കൈമന്ന് കിട്ടുന്ന ഒരു വസ്വസ മാത്രമാണ്. ഷെയ്ത്താൻ ഒന്ന് ചെല്ലിട്ട് പോവുകയും ചെയ്യും, ബാക്കി നമ്മളാണ് ചെയ്യണത്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഷെയ്ത്താന്റെ വസ്വസ നമ്മൾ തന്നെ വലിച്ചു നീട്ടി ഒരു കാര്യമില്ലാണ്ട് അതിന് പകരം ഒരു സുജൂദിൽ പോയി കരഞ്ഞിട്ടുണ്ടെങ്കിലോ, ഈ പവർ ലോകം മുഴുവനും നടത്തുന്ന ആൾക്കാർ, ഓരോരുത്തരുടെ ഹൃദയവും അള്ളാഹ് ഓരോരോ നിമിഷത്തിൽ മാറ്റാൻ പറ്റുന്ന ഓരോരുത്തരെയും ഇത്രമാത്രം സ്നേഹിക്കുന്ന അള്ളാഹിനെ ദുഷിച്ച് പറയുന്നവർക്കും കൂടെ വെള്ളവും ഡ്രസ്സും കാറും എല്ലാം കൊടുക്കുന്ന ഈ അള്ളാന്റെ സുജൂദിൽ പോയി കരയുമ്പോൾ നമ്മളെ സഹായിക്കൂലേ? എല്ലാ പവറും ഉള്ള എന്തിനെ മരിച്ച ആളെ എണീപ്പിക്കാൻ പറ്റണ ഈ അള്ളാഹ്ക്കാ പറ്റാത്തത്? നമ്മള് അങ്ങും ഇങ്ങും പറഞ്ഞ് ഒരു ഉപയോഗം ഇല്ലാണ്ടുള്ള ഒരു പറച്ചിലുണ്ടാവൂലേ? എന്ന് വെച്ചാൽ നമ്മള് 10 ആൾക്കാരോട് അയ്യോ എനിക്ക് സുഖമില്ലാന്നോ, അല്ല അയ്യോ എനിക്ക് ബുദ്ധിമുട്ടെന്നോ, അയ്യോ എനിക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞ്, പക്ഷെ അതിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. എന്തിനാ ഈ 10 പേരോട് പറഞ്ഞ്? അതില് ചിലപ്പോ ഒരാളോട് പറഞ്ഞുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമായിരിക്കും. ചിലപ്പം അള്ളാഹിനെ പേടിക്കുന്ന ഒരാളോട് നമ്മൾ പോയി പറയുമ്പോൾ പറയും അത് കുഴപ്പമില്ല, അള്ളാഹ് നിന്റെ എല്ലാ തെറ്റുകളും ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആഖിറത്തിൽ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ ആ ഖദർ അങ്ങോട്ട് ഏറ്റെടുക്കും. പക്ഷെ നമ്മള് അയ്യോ അങ്ങനെ തന്നെയാണോ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഇന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കിടക്കാൻ തുടങ്ങും, സുഖമില്ലാണ്ടായി കൂടുതൽ. അപ്പൊ നമ്മളെപ്പോഴും നമ്മളുടെ അള്ളാഹ് തന്ന ഈ ഇന്റലക്ട് നമ്മൾ ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യണം. ടൈം വേസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യരുത്. കാരണം മറ്റേത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതിന് പകരം നമ്മൾ ആ സമയം അള്ളാഹിനോട് സംസാരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നബി പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോറും നമുക്ക് എളുപ്പത്തിലുള്ള എല്ലാ ഡോറുകളും നമുക്ക് തുറന്നു തരുന്ന. അപ്പൊ നമ്മൾ കൂടുതൽ അങ്ങനത്തൊക്കെ ചെയ്യാം. നമുക്ക് എന്ത് നെഗറ്റീവ് തോട്ട് വരുമ്പോഴും വേഗം നിർത്താൻ പഠിക്കുക. ഇത് വസ്വാസാണ്, ഇതിനെ ഐ ഷുഡന്റ് പ്രൊമോട്ട്, ഇത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഇത് ഈ സിറ്റുവേഷനെ എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്യോ, അതോ ഞാൻ ഈ സിറ്റുവേഷൻ വേഴ്സൺ ചെയ്യാണോ, എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്യാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തട്ടെ, ഞാൻ ഒരു സുഹൃത്തിനോട് പോയി സംസാരിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു ഖുർആൻ എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ഓതുമ്പം അള്ളാഹ് ഒരു ക്ലാരിറ്റി തരും, അല്ലെങ്കിൽ ഞാൻ സുജൂദിൽ ഒന്ന് കരയട്ടെ, അള്ളാഹ് അത് തുറന്നു തരും. നമ്മൾ ബെനിഫിഷ്യൽ ആയ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഈ ബെനിഫിഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മോശമാക്കരുത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഈ എഴുതാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്രേറ്റ്ഫുൾ ആയ കാര്യങ്ങൾ, അത് നിങ്ങളോട് ഞാൻ വെറും ഒരു എക്സാമ്പിൾ തരികയാണ്. ഒരു കുട്ടി ഒരു സ്ലൈസ് ഓഫ് കേക്ക്, ഓക്കെ, ഒരു കേക്ക് എന്ന് വെച്ചാൽ പാവപ്പെട്ട കുട്ടിയൊന്നല്ല, ഒരു നോർമൽ കുട്ടി ഒരു സ്ലൈസ് ഓഫ് കേക്ക് കൈമ പിടിച്ച് ഭയങ്കര ഹാപ്പി ആവാണ്.
കുട്ടികളെപ്പോഴും കേക്ക് കണ്ട ഹാപ്പി ആണല്ലോ. അപ്പൊ ഒരു സ്ലൈസ് കേട്ടോ, ഒരു ചെറിയൊരു സ്ലൈസ് പിടിച്ച് ഭയങ്കര ഹാപ്പിയാണ് കേക്ക് കിട്ടിയോണ്ട്. അതേപോലെ വേറൊരു ലോകത്ത് വേറൊരു ഭാഗത്ത് ഒരു കുട്ടി ഇതേപോലെ തന്നെ ചിലപ്പം എല്ലാതും സ്റ്റാറ്റസും ലിവിങ് കണ്ടീഷൻസ് എല്ലാം സെയിം ആയിരിക്കും. ആ കുട്ടിന്റെ കയ്യിൽ ഫുൾ കേക്ക് ഉണ്ട്, ആ പ്ലേറ്റിൽ ഫുൾ കേക്ക് ഉണ്ട്, പക്ഷെ ഒരു സ്ലൈസ് മിസ്സിംഗ് ആ. അതുകൊണ്ട് ആ കുട്ടി ഭയങ്കര അപ്സെറ്റ് ആണ്. എന്റെ സ്ലൈസ് ഈ കേക്ക് നല്ല ഭംഗിയുള്ള കേക്ക് ആയിരുന്നു, ആരോ ഒരു സ്ലൈസ് എടുത്തു. ഇതാണ് ആ കുട്ടിയുടെ വിഷമം. പക്ഷെ ആ കുട്ടിക്ക് എത്ര ഉണ്ട്? ഫുൾ കേക്ക് ഉണ്ട്, പക്ഷെ ആ പോയ സ്ലൈസ് നോക്കി 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 കരയാണ്. ആ കുട്ടിക്ക് വേണമെങ്കിൽ ബാക്കി ഫുള്ള് നോക്കി സന്തോഷിക്കാം. മറ്റേ കുട്ടി ഒരു സ്ലൈസിന്റെ ബാക്കി കേക്ക് എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ച് കരയണില്ല. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതാണോ ഫോക്കസ് ചെയ്യണത്, നമ്മൾ ഏതിലാണോ കൂടുതൽ നമ്മളുടെ ചിന്ത കൊടുക്കണേ, ആ ചിന്ത വളർന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത ചിന്തിക്കണം. ഒരു കുട്ടി എന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം മക്കളിൽ തന്നെ വിചാരിച്ചോ, ഒരു ഇപ്പൊ നമ്മുടെ മോന് നമ്മളോട് എതിർത്ത് പറഞ്ഞു 2 ദിവസം മുമ്പ്. ഞാൻ ആ എതിർത്ത് പറഞ്ഞ വാക്ക് എന്നെ തലയിൽ ഇട്ടിട്ടിട്ടിട്ട് ഉരുട്ടുകയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ മോനെ ഇടക്ക് വന്ന് എനിക്ക് ഹഗ് തരുന്നുണ്ട്. എന്റെ മോനെ ഇടക്ക് വന്നിട്ട് മമ്മ ഹെൽപ്പ് വേണോ ചോദിക്കുന്നുണ്ട്. എന്റെ മോനെ ഇടക്ക് വന്നിട്ട് ഓന്റെ സ്കൂൾ വിശേഷങ്ങളും ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇടക്ക് വന്നിട്ട് വെറുതെ എന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടണോ ചെയ്യണൊന്നും ഇല്ല, പക്ഷെ ഇരിക്കുന്നുണ്ട്. ഇടക്ക് വന്നിട്ട് അവന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇടക്ക് വന്നിട്ട് മീനിനുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇടക്ക് വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ തലയിൽ 2 ദിവസമായിട്ട് ഞാൻ കാണുന്നത് എന്താണ്? അവൻ എന്നോട് എതിർത്തിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, മമ്മക്ക് എന്താണ്, മമ്മ ഒരു ഗുണവും എനിക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അത് ഇരുന്ന് ഞാൻ ചിന്തിച്ച് 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 അത് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും കാണുന്നില്ല, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ അതിൽ മാത്രം ഫോക്കസ് ചെയ്യണേ. അതിന് പകരം അവൻ ചെയ്ത കാര്യം എനിക്ക് മാറ്റാൻ പറ്റുമോ? ഒരു ഉമ്മ എന്ന സ്ഥിതിക്ക് എനിക്ക് ഇപ്പം മാറ്റാം. കുറച്ച് പറഞ്ഞു കൊടുക്കുക, പിന്നെ ഒരു നല്ലൊരു സമയം നോക്കിയിട്ട് പറയാതെ എന്നെ വേദനിപ്പിച്ചു, ഇനി ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കുക, കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിൽക്കണ്ട, അപ്പോഴാണ് ഈ വേണ്ടാത്തൊക്കെ പറയാ, അതൊക്കെ എനിക്ക് പിന്നെ മനസ്സിലാക്കിപ്പിക്കാം, അപ്പല്ല പിന്നെ. പക്ഷെ അതിന് പകരം ഞാൻ ഇതിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അത് മാത്രമേ കാണൂ എന്റെ മകൻ്റെത്. പക്ഷെ അതിന് പകരം ഞാൻ വിചാരിക്കുക ഇത് അവൻ്റെതല്ലേ, എനിക്ക് മാറ്റാൻ പറ്റുന്ന ചേഞ്ച് അല്ലല്ലോ, അവരല്ലേ പറഞ്ഞത്, അത് എന്റെ കൺട്രോളിലല്ല. അത് ആരുടെ കൺട്രോളിലാ? അള്ളാടെ കൺട്രോളിലാ. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ലാ അവന്റെ ഹൃദയം നീ ഒന്ന് ഗൈഡ് ചെയ്, അവന്റെ ഹൃദയത്തെ നീ എന്നെ ഗൈഡ് ചെയ്ത് വലിച്ച് വലിച്ച് ജന്നയിലേക്ക് എത്തിക്കേ. ഞാൻ അത് പറഞ്ഞ് അള്ളാക്ക് വിട്ട്, അപ്പൊ എനിക്ക് ബാക്കിയെല്ലാം കാണാൻ പറ്റും. പക്ഷെ ഞാനത് പറഞ്ഞു വിടാണ്ട്, കാരണം എന്റെ കൺട്രോളിലുള്ള കാര്യമല്ല. മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു, ഇതൊന്നും എന്റെ കൺട്രോളിലല്ല. അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ മറ്റുള്ളവരുടെ കൺട്രോളിലാ. അവര് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്റെ സ്ഥിതിന്ന് ഞാൻ നോക്കുമ്പോൾ അതൊക്കെ അള്ളാന്റെ കൺട്രോളിൽ, എന്റെ കൺട്രോളിലല്ല. എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ഒരു കാര്യവും എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം അള്ളാഹ്ക്ക് വിടുക. അള്ളാഹ് എനിക്ക് എളുപ്പാക്കിത്ത, എന്റെ മോനെ വളർത്തൽ എനിക്ക് എളുപ്പാക്കിത്ത, അള്ളാഹ് എനിക്ക് എളുപ്പാക്കിത്ത, അവനോട് സംസാരിക്കൽ എനിക്ക് എളുപ്പാക്കിത്ത. ഞാൻ പറയാൻ വിചാരിക്കണം നല്ല വാക്കുകളിലൂടെ വരാനും ആ നല്ല വാക്കുകൾ അവന് സന്തോഷത്തോടെ ഏറ്റെടുക്കാനും എളുപ്പാക്കിത്ത. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവൻ പറഞ്ഞ ഒരു വാക്ക് വെച്ച് നമ്മൾ ചിന്തിച്ച് 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 കൂട്ടി, പിന്നെ കുറെ കാലം മുമ്പ് പറഞ്ഞ കാര്യമായി, പിന്നെ അതിന് മുമ്പുള്ള കാര്യമായി, പിന്നെ അത് പപ്പ എന്തോ ചെയ്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ തുടങ്ങിയതായി, പിന്നെ ഇങ്ങനെ ചിന്ത ഇങ്ങനെ പോവും. സുബ്ഹാനല്ലാഹ്, വസ്വസ ശൈത്താൻ ഇടും. പക്ഷെ നമ്മൾ അതിങ്ങനെ കൂട്ടി കലക്കി എവിടെയില്ലാണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാറ്റുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ എളുപ്പത്തിൽ അള്ളാഹ്ക്ക് കൊടുക്കുക, വാരിക്കോരി കൊടുക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാന്റെ അടുത്ത് പോകുന്നതും കരയുന്നതും. അയ്യൂബ് നബി എന്താ പറഞ്ഞേ? അള്ളാഹ് എനിക്കെല്ലാം തന്നോന്നാണ്. അത്രമാത്രം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എനിക്കെല്ലാം തന്നു, എന്തൊക്കെ തരാൻ പറ്റുമോ എനിക്ക് തന്നു. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അള്ളാഹ് ഞാൻ നിന്റെ മുന്നിൽ വരുമ്പോ ഞാൻ ഒന്നുമല്ല, എനിക്കിതൊന്നും ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹ് ഞാൻ എല്ലാം നിനക്ക് തന്നു, നീയാണ് എല്ലാം. നീയാണ് റഹ്മാൻ, നീയാണ് മാലിക് യൗമിദ്ദീൻ, നീയാണ് റഹീം, നീയാണ് വഹാബ്, നീയാണ് വദൂദ്, എല്ലാം നീയാണ് അസീസ്, നീയാണ് അൽ ജബ്ബാർ. നിനക്ക് മാത്രം എന്തും ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ. സോ യു ഫിക്സ് ഇറ്റ് ഫോർ മീ ആൻഡ് വി ഡു അവർ ബെസ്റ്റ്.
അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് നെഗറ്റീവ് തോട്ട്സ് എന്ത് വരുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് സുന്നയിൽ നബി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക, അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് എനിക്ക് പറ്റാത്ത കാര്യമാണ്, ഇത് എൻ്റെ കയ്യിലല്ല, ഇത് അള്ളാടെ കയ്യിലാണ്. അള്ളാടെ കയ്യിലുള്ളത് ഞാൻ അള്ളാഹ്ക്ക് വിട്ടിട്ട് എനിക്ക് മാറ്റാൻ പറ്റണത് ഞാൻ മാറ്റും. ഇത്രയേ ഉള്ളൂ. ലൈഫ് ഭയങ്കര സിമ്പിൾ ആവും. ചില കാര്യങ്ങൾ നമ്മൾ കുറേ ടെൻഷൻ അടിക്കും. ചിലപ്പോൾ മക്കളുടെ കല്യാണ കാര്യമായിരിക്കും, ചിലപ്പോൾ മക്കളുടെ പഠിപ്പ് കാര്യമായിരിക്കും, ചിലപ്പോൾ മക്കള് പറഞ്ഞാൽ കേൾക്കാത്തതായിരിക്കും, ചിലപ്പോൾ മക്കള് രാത്രിയായിട്ടും വീട്ടിൽ കയറി വരാത്തതായിരിക്കും, ചിലപ്പോൾ ഭർത്താവിന്റെ കാര്യമായിരിക്കും. എന്തായാലും നമുക്ക് പറ്റണത് നമ്മൾ മാറ്റുക. നമ്മൾ അവരോട് നല്ല പെരുമാറ്റം തുടങ്ങുക, അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക. തെറ്റുകൾ വായിന്ന് വരുമ്പം അത് പിടിച്ചു വെക്കാനുള്ള ഹിക്മ അള്ളാന്റെ കയ്യിൽ ചോദിക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല നല്ല മൂഡിൽ ഉണ്ടാവുമ്പോൾ അവരെ കണ്ടുപിടിക്കാനും അതിനുള്ള സമയം അല്ലാഹ് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനും അതിനുള്ള ഹിക്മ നമുക്ക് തരാനും പറയാനുള്ള നല്ല വാക്കുകൾ തരാനും എല്ലാത്തിനും നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാം. പിന്നെ അവരെ ഗൈഡ് ചെയ്യാനും അവരെ കൊണ്ടെത്താനും അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം പറ്റുന്ന കാര്യം, നമുക്ക് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹിൽ അത് അർപ്പിച്ചതിന് ശേഷം നമ്മൾ നമുക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് ആയിട്ട് ചെയ്യുക, ദുആ കണ്ടിന്യൂ ചെയ്യുക, ഈസി ആയിട്ട് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക, ഈസി ആയിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മൂസ അലൈഹി സ്വലാം നമുക്ക് കാണിച്ചു തന്ന പോലെ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ഇതൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, അൽഹംദുലില്ലാഹ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് ടോപ്പിക്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ചെറുതായിട്ട് പറയണ്ടെങ്കിൽ നമ്മള് ഈ ലോകത്ത് നമുക്ക് വേദനയും സന്തോഷവും എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അള്ളാഹ് ഒറ്റക്ക് വിടുന്നില്ല. ഒരിക്കലും നമ്മൾ ഒറ്റക്ക് വിടുന്നില്ല. പക്ഷെ ഈ സമയത്തൊക്കെ നമ്മൾ ഓർക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു കൈമൊക്കെ ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം അതിന് ഒരു ബാൻഡേഡ് ഒക്കെ ഇട്ട് അതിന് വേണ്ടുന്ന മരുന്ന് തേച്ച്, ഇപ്പം ബേൺസ് ഒക്കെ ആണെങ്കിൽ, തീയൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അധികം നമുക്ക് പറ്റുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ വൂണ്ട് ഉണ്ടാവുമ്പോൾ, ഒരു ഇമോഷണലി ഒരു ഇഞ്ചറി ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി നമ്മുടെ ദീന് നമ്മുടെ ഈമാനിന് ഒരു കുറവുണ്ടാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സ്പീഡിൽ എടുക്കണില്ല. നമ്മൾ ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ല നമ്മുടെ വീട്ടിൽ, കാരണം നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ കുറച്ച് ടിപ്സ് ഒക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. നമ്മുടെ ദീനിന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ഇന്റലക്റ്റിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളുടെ സിറ്റുവേഷൻ എന്താന്ന് നോക്കുക, അത് നമ്മളുടെ എക്സ്പെക്ടേഷൻസ് കറക്റ്റ് ചെയ്യുക. നമ്മൾ ദുനിയയിൽ നിന്നല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്, ദുനിയയിൽ നിന്നോ ദുനിയയിലുള്ള ആൾക്കാരിൽ നിന്നോ അല്ല. നമ്മളുടെ എക്സ്പെക്ടേഷൻസ് മുഴുവനും അള്ളാഹിലായിരിക്കണം. അതാണ് നമ്മളുടെ എക്സ്പെക്ടേഷൻസ്. ഈ വരികളോ ഈ സന്തോഷങ്ങളോ എല്ലാം താൽക്കാലികമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫോക്കസ്, നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മളുടെ ഫോക്കസ് എവിടെയാ ഉള്ളതെന്ന്. നെഗറ്റീവ് ഫോക്കസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണില്ലെങ്കിൽ അതിനെ മാറ്റി പോസിറ്റീവ് ആക്കുക. പോസിറ്റീവ് ആക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുക, അള്ളാഹ് നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുക. ഒരു സുജൂദ് വിൽ ചേഞ്ച് യുവർ ഫോക്കസ്. ഓക്കെ, പിന്നെ ബെനിഫിറ്റ് ഫൈൻഡിങ്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സ്കിൽ സെറ്റ് തന്നിട്ടുണ്ടോ? ആ പ്രശ്നങ്ങൾ നിങ്ങളെ എങ്ങനെ ഒരു വഴിതിരിവായി മാറി? ആ പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നിയമത്ത് അള്ളാടെ കാണാൻ പറ്റുന്നുണ്ട്? ഇതൊക്കെ ചിന്തിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അത് നമ്മൾ എപ്പാന്ന് വെച്ചാല് വേഗം എടുക്കുക. നമ്മുടെ മനസ്സിന് ഒരു താഴ്ച തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈമാനിന് ഒരു താഴ്ച തോന്നുമ്പോൾ വേഗം പിക്കപ്പ് ചെയ്യാം. ഖുറാന്, അള്ളാടെ സുന്നത്ത്, അള്ളാടെ ഖുറാന്, നബിയുടെ സുന്നത്ത്, നമ്മളുടെ ജീവിത രീതി, അതും വെച്ചിട്ട് നമ്മളുടെ മനസ്സ് ഒന്ന് റീഷഫിൾ ചെയ്യാം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ അസുഖത്തിനും ഒരു ക്യൂർ ഉണ്ട്, ഒരു ഷിഫ ഉണ്ട്. ആ ഷിഫ ആ ഷിഫ നമ്മൾ ആ ഒരു അസുഖത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാടെ പെർമിഷൻ, അള്ളാടെ ഷിഫ കാരണം ആ വ്യക്തിക്ക് ഷിഫ കിട്ടും.
സുബ്ഹാനല്ലാ, എവറി ഡിസീസ്, എല്ലാ അസുഖത്തിനും, മരണത്തിന് ഒഴികെയുള്ള എല്ലാ അസുഖത്തിനും അള്ള ഒരു ക്യൂർ തന്നിട്ടുണ്ട് എന്നാ പറയണേ. അപ്പം നമ്മളെ ചുറ്റും നമ്മൾ നോക്കുക, നമുക്ക് താഴ്ച വരുമ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കുറേ നിയമത്ത് കാണും. ആ നിയമത്തിന്റെ കൂടെ തന്നെ നമുക്ക് അള്ള ഈ ചുറ്റുവട്ടത്ത് ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു സഹായം തരുന്നുണ്ടോ എന്ന് കണ്ടിട്ട് ആ സഹായം നിങ്ങൾ പിടിക്കുക. ഒരിക്കലും ഒരു ഈഗോ ആയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്ന് ചിന്തിക്കരുത്. നമ്മളെ അള്ള ഈ ലോകത്ത് ഒറ്റയാളായിട്ടില്ല അയച്ചിട്ടുള്ള. അള്ള ഈ ലോകത്ത് നമുക്ക് ചിലപ്പോൾ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് കിട്ടൂലായിരിക്കും, അത് വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ പേർപ്പസാ. നമ്മളിപ്പോ സങ്കടം പറയേണ്ട ഹസ്ബൻഡിനോട് പറയാൻ തോന്നുന്നുണ്ടാവും, പക്ഷെ നമുക്കറിയാം ഹസ്ബൻഡിന് അതെങ്ങനെയാ ചെയ്യണ്ടേന്ന് അറിയില്ല, ഹസ്ബൻഡിന് നമുക്ക് പറഞ്ഞുതരാൻ അറിയില്ല. വിട്ടേക്ക്, കുഴപ്പമില്ല. നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്തിനോട് പറ. അതൊരു നിയമയാണ്. ഹസ്ബൻഡ് നിങ്ങൾക്ക് നിയമയാണ് പോലെ തന്നെയാണ് ഒരു സുഹൃത്ത്. ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ആ ഹെൽപ്പ് നേടുക, അത് നിങ്ങൾ സീക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ദാറ്റ് യു ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, യുവർ ഹെൽത്ത്, യുവർ മെന്റൽ ഹെൽത്ത്, യുവർ ഫിസിക്കൽ ഹെൽത്ത്. ഓൾസോ ദ നിയമ Allah gave you, your eyes, nose, mouth, hands, legs. ഇതൊക്കെ ഒരു സ്കിൽ സെറ്റ് ആണ്. നമുക്ക് എഴുതാൻ പറ്റണത് വെറുതെ അല്ലല്ലോ. നമുക്ക് നടക്കാൻ പറ്റണത് വെറുതെയാ? നടന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാട്ട് ഈസ് അവർ പേർപ്പസ് ഇൻ ലൈഫ്? ടു അച്ചീവ് ദാറ്റ് ജന്ന. ഹൗ ഡു വി അച്ചീവ് ദാറ്റ് ജന്ന? ബൈ പ്ലീസിങ് Allah, ബൈ വർഷിപ്പിംഗ് Allah. Allah എത്ര പ്രാവശ്യം നമ്മളോട് ആദ്യം നമസ്കരിക്കാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജ് പോയപ്പോ 50 times, 50 times അല്ലേ? നമ്മൾ ആ 50 times നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം മുഴുവനും നമസ്കാരം മാത്രമല്ലേ നടത്തൂ? അല്ല ഈ 5 വക്ത് ആക്കിയിട്ടും അല്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ 50 പ്രാവശ്യത്തിന്റെ കാര്യം അറിയിച്ചെന്നത്? അള്ളാഹ്ക്ക് അറിയാലോ ഇത് 5 വക്തായിരിക്കും. ഈ 50 പ്രാവശ്യം എന്തുകൊണ്ടാ? നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ. നമുക്കൊരു ജീവിതം അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെറും ഇബാദത്തിന് വേണ്ടിയിട്ടാ. പക്ഷെ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ആ ഇബാദത്ത് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അള്ളാഹ് നമുക്ക് ജീവിതം എളുപ്പാക്കി തന്നു. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ഇവിടെയും സന്തോഷിച്ചോളൂ, എന്നെ നിങ്ങൾ if I am pleased with you, ജന്നയും നിങ്ങൾക്കാണ്. വദ്ഖുലി ജന്നതി. May Allah make us all of those. And inshallah, I think that is it for the day. Subhanakallahumma wa bihamdika, ashhadu an la ilaha illa anta, astaghfiruka wa atubu ilayk. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദാന ടൈം ഉണ്ടോ? ഇൻഷാല്ലാ നമുക്കൊരു 10 minutes. Okay. ജസാക്കല്ലാഹു ഖൈറൻ ഡിയർ. ബറകല്ലാഹു ഫീക്. ആമീൻ യാ റബ്ബ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ അല്ലെങ്കിൽ ചാറ്റിലൊന്ന് ഇടുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യിക്കാം ഇൻഷാല്ലാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ സ്പീച്ച് ചെയ്തു. മനസ്സിന് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാഹ്. എന്റെ ഡൗട്ട് അൽഹംദുലില്ലാഹ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചതാണ്, എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കണമെന്ന് അറിയില്ല. ആള് ഹസ്ബൻഡ് ഒരുപാട് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയുള്ള ഒരാളെ എന്താ ചെയ്യാ, എങ്ങനെയാ മുന്നോട്ട് പോകാൻ? എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടെ ചോദിക്കോ? ഹസ്ബൻഡ് ആണോ? ഹസ്ബൻഡിന്റെ കാര്യമാണോ പറയുന്നത്? അതെ അതെ, ചെറിയ കാര്യത്തിൽ തന്നെ ആയിരിക്കും, പക്ഷെ ആ ഒരു ദേഷ്യം വരുന്ന സമയത്തേ ഉള്ളൂ. അപ്പം എങ്ങനെ, ചിലപ്പോ കൈ ആണെങ്കിൽ കൈ, അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ബെൽറ്റ് ആണെങ്കിൽ അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞാല് കുറച്ച് ഒരു 1 day അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാല് ആള് ബാക്ക് ടു നോർമൽ. അങ്ങനെ അത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇതൊരു ടോപ്പിക്ക് വേറെ തന്നെ ആയി പോയിട്ടോ.
അപ്പൊ എന്താ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ക്ഷമിക്കാൻ ആ പറയണോ? ഇങ്ങനത്തെ അതല്ല. കാര്യങ്ങൾ വരുമ്പോ ഇല്ലേ, ഞാൻ ഈ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയത് ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിനെ നമുക്ക് വേദനിപ്പിക്കാനും അള്ള പെർമിഷൻ തന്നിട്ടില്ല. നമുക്ക് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യാൻ അള്ള പെർമിഷൻ തന്നിട്ടില്ലല്ലോ. അതെ അതെ അതെ. തന്നിട്ടുണ്ടോ? ആ ഇല്ല. നമുക്ക് നമ്മളെ തന്നെ പക്ഷെ ഹേർട്ട് ചെയ്യാൻ അവര് അള്ള പിടിച്ച് നിൽക്കുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തിട്ടാണേ. കുഞ്ഞുങ്ങള് 2 ഉം, കുഞ്ഞുങ്ങളുണ്ട്. 2 പേരും 3 വയസ്സ് 4 വയസ്സ് അങ്ങനത്തെ പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ എല്ലാം വാങ്ങിക്കൊടുക്കും. എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഹോർമോണിന്റെ പ്രശ്നമാണോ, മരുന്നുകൾ, സ്ട്രെസ് ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇനി അതുകൊണ്ടാണോ ഓക്കെ. എന്തോ ദേഷ്യം മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അടിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടർ. ഈ എപ്പം അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം സുബ്ഹാനല്ല, നമ്മള് ഞാനാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മേ അല്ല പ്രൊട്ടക്ട് us ഫ്രം സച്ച് എ സിറ്റുവേഷൻ. ഇറ്റ്സ് നോട്ട് an easy one. May Allah give her the sabr and the strength to face it in the best way possible, which is for her and her kids. I mean, നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത് ഞാൻ ഈ സെൽഫ് ലവിന്റെ കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്, അള്ളാഹ് എനിക്ക് എന്നെ ഉപദ്രവിക്കാനുള്ള പെർമിഷൻ തന്നിട്ടില്ല. വിച്ച് മീൻസ് ഞാൻ വേറൊരാൾക്ക് ഒരിക്കലും പെർമിഷൻ കൊടുക്കരുത്. അത് നമ്മളുടെ മനസ്സിൽ അറിഞ്ഞിരിക്കണം. നമ്മളുടെ മനസ്സിൽ അത് അറിഞ്ഞിരിക്കണം. വേറൊരാൾക്ക് എന്നെ ദ്രോഹിക്കാനുള്ള ചാൻസ് ഞാൻ കൊടുക്കരുത്. ലൈക്ക് എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് അടിക്കാൻ വരികയാണ്, അപ്പൊ ഐ ഷുഡ് ടെൽ ഹിം. എന്തെങ്കിലും അത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് നല്ലൊരു സമയത്ത് അവരൊരു മെത്തേഡ് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ ആങ്കർ മാനേജ്മെന്റ് ഒക്കെ കുറേ കോഴ്സസ്, കുറേ ലെക്ചേഴ്സ് സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക് ബേസ്ഡ് ലെക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് നല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ബാക്കി സമയത്തൊക്കെ നല്ലതാണെങ്കിൽ അങ്ങനത്തെ ഒരു നല്ല സമയത്ത് ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഇത് എന്റെ ശരീരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, എന്റെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടല്ലേ മക്കള് വളരുക. നിങ്ങൾക്ക് എന്നെ എത്ര സ്നേഹമുണ്ട്, പിന്നെ എന്തിനാണ് അപ്പൊ ഈ ദേഷ്യം എങ്ങനെങ്കിലും കൺട്രോൾ ചെയ്യണ്ടേ? നമുക്കൊരു വഴി കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കുറച്ച് മെത്തേഡ്സ് ട്രൈ ചെയ്താലോ? നെക്സ്റ്റ് ടൈം നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പം ഒന്നിക്ക് allow me to walk away or you walk away. നിങ്ങൾ ഒന്നിക്ക് നടന്നു പോവുക, അല്ലെങ്കിൽ എന്നെ നടന്നു പോവാൻ സമ്മതിക്കുക. എന്തെങ്കിലും ഒരു മിഡിൽ ടേം നമുക്ക് എത്തണം എന്ന് അവരോട് പറയേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലാതെ എപ്പം ഹസ്ബൻഡ് കൈ ഉയർത്തുന്നോ, എപ്പം ഹസ്ബൻഡ് ഇതാക്കുന്നോ അതിനൊന്നും നിന്നൊടുക്കാനുള്ള പെർമിഷൻ നമുക്ക് അള്ള തന്നിട്ടില്ല. അവർ ബോഡി ഈസ് നോട്ട് ഫോർ ദാറ്റ്. അപ്പൊ നമ്മളത് ഈസിലി ഹസ്ബൻഡ് ബാക്കി എല്ലാ സമയത്തും നല്ലയാന്ന് പറഞ്ഞിട്ട്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ദീനോട് അടുക്കുന്നോറും നമ്മൾ നമ്മളെയും സ്നേഹിക്കും, മറ്റുള്ളവരെയും സ്നേഹിക്കും. നമുക്ക് അവർക്കും നല്ലത് വേണം, പക്ഷെ നമുക്കും നല്ലത് വേണം. കാരണം അങ്ങനെയാണ് നമ്മളുടെ ദീന്. അപ്പൊ മനസ്സിലായില്ലേ? ഒരു ഐഡിയ കിട്ടിയില്ലേ? പിന്നെ ബാക്കിയൊക്കെ ഇസ്തിഖാറ ചെയ്ത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും ഇതന്നെയാണെങ്കിൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യാന്ന് വിചാരിക്കും, പക്ഷെ മക്കൾക്ക് ചിലപ്പം വേറൊരു ജീവിതമായിരിക്കും ബെറ്റർ. അള്ളാഹുടെ കയ്യിലാണ്. അപ്പം ഇസ്തിഖാറ നമസ്കരിക്കുക, ഒരു ഡിസിഷനിൽ എത്തുക, ഇസ്തിഖാറ നമസ്കരിക്കുക, നല്ലൊരു സമയം കണ്ടുപിടിക്കുക, ഹസ്ബൻഡിനോട് സംസാരിക്കാൻ, ദുആ ചെയ്ത്, അള്ളാഹിനോട് സുജൂദില് ചെയ്ത്, തഹജ്ജുദില് ചെയ്ത്. പക്ഷെ ഐ നോ സോ മെനി പീപ്പിൾ ഹു ഹാവ് ചേഞ്ച്ഡ് ആസ് വെൽ ഓവർ ദ ഇയേഴ്സ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പം it is from Allah. It's a tawfiq from Allah for the man to change, അപ്പം inshallah. പക്ഷെ you should tell her that she has to treat her body as an amana and her mind as an amana. Nobody can put you down every day. ഒരു വൺ ഓഫ് ഒക്കെ വേറൊരാൾ ചെയ്യുന്നത് is okay. ശരീരമൊക്കെ പാടായിട്ട് വയലറ്റ് കളറില് അടിച്ചിട്ട് നീര് വന്നതൊക്കെ, അപ്പൊ അത് കാണുമ്പോ ഒരു വിഷമം. അതാണ് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഈ അബ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, they will always give in to the abuse. അവർക്ക് തോന്നും എന്റെ പ്രശ്നം തന്നെയാ, അത് കുഴപ്പമില്ല, നാളത്തേക്ക് ശരിയാവുമല്ലോ, ഈ ഒരു അടി വാങ്ങിയാൽ മതിയല്ല, പിന്നെ ശരിയാവുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും. പക്ഷെ അത് മാറ്റിയെടുക്കണം. നമ്മൾ മാറ്റിയെടുത്താലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ.
ഞാൻ പറഞ്ഞില്ലേ 2 സെറ്റ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റണത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്താ പറ്റുക? നമുക്ക് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. നമ്മളുടെ ബോഡീനെ കുറിച്ചും നമ്മളുടെ മൈൻഡിനെ കുറിച്ചും നല്ലത് ചിന്തിക്കുക. അള്ള ഇത്രക്കും വേർത്ത് തന്നിട്ട് നമ്മൾ തുടങ്ങിയ ആയത്ത് എങ്ങനെയാ? അള്ള നമ്മളെ ഹോണർ ചെയ്തെന്നോ? ഈ അള്ള ഹോണർ ചെയ്ത ഒരു കാര്യം നമുക്ക് വേറൊരാൾക്ക് നശിപ്പിക്കാൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പറ്റില്ല. നമ്മള് അവരെ ഹോണർ ചെയ്ത പോലെ തന്നെ അള്ള നമ്മളെയും ഹോണർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ നമ്മള് പുള്ളിയുടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ സാലിഹ എന്നല്ലേ പേര്? അതെ. സാലിഹ അവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക. സോ ദാറ്റ് അവര് കുറച്ച് ചേഞ്ചസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇഫ് ദേ ഡു ഇറ്റ് വിത്ത് ദ റൈറ്റ് ഇന്റൻഷൻ ആൻഡ് ദ റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ്, ഇൻഷാല്ലാ അള്ളാഹ് വിൽ ഫെസിലിറ്റേറ്റ്. ഇൻഷാല്ലാ. അത് ഇപ്പൊ ന്യായം പറയുന്നത് ഇങ്ങനെയാന്നാ പറഞ്ഞത്. അതായത് കുസൃതി കാണിക്കുമ്പോ മക്കളെ തല്ലാറില്ലേ, അപ്പൊ അതുപോലെ വിചാരിച്ചാൽ മതി, അത്രേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദീനില് മക്കളെയും തല്ലാൻ പാടില്ല. അതെ, അതന്നെ. അപ്പൊ അതൊരു ന്യായമല്ല. യു കാൻറ്റ് ബ്രിങ് ഒരു ഇല്ലീഗൽ തിങ് കൊണ്ടുവന്നിട്ട് നമുക്ക് വേറൊരു ഇല്ലീഗൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ശരിക്കും നമ്മള് അവരെ ഒരു സ്നേഹത്തോടെ സംസാരിച്ചിട്ട്, ഇപ്പൊ എനിക്ക് കുട്ടികളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ഞാൻ അവരോട് സംസാരിച്ചിട്ട് പറയാം എന്താന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്റെ വലിയ മക്കളൊന്നും ചെയ്യാൻ നിൽക്കൂല. അതിന് പകരം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ രണ്ടുപേരും റിയലൈസ് ചെയ്യണം. ഞാനും റിയലൈസ് ചെയ്യണം, അവനും റിയലൈസ് ചെയ്യണം. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഹസ്ബൻഡിന്റെ വൈഫ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. ആ പ്രശ്നം കൊണ്ട് എനിക്ക് എന്താ ബുദ്ധിമുട്ട്, ആ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്, ഇത് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിച്ചൂടെ? ഈ മെത്തേഡ് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷെ വി വിൽ ഡു സംതിങ്. ഓക്കെ, അതിനുള്ള ഹിക്മക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് നല്ലോണം ദുആ ചെയ്യാം. അതിന്റെ ടൈം ചൂസ് ചെയ്യാനും സംസാരിക്കാനുള്ള രീതി ചൂസ് ചെയ്യാനും ഒക്കെ. ആൻഡ് ബി സാലിയാക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ആണെങ്കിൽ ബി എ ബിഗ് സപ്പോർട്ട്. ഓക്കെ സിസ്റ്റർ, ജസാക്കല്ലാഹു ഖൈറൻ. ജസാക്കല്ലാഹു ഖൈർ. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അതിനല്ലേ ആയില്ലേ ദാന? യെസ്, ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് അല്ലേ? Inshallah. May Allah make it beneficial for me and for all of you. Ameen, Ameen, Ya Rab. Jazakumullah khairan, each and everyone. Jazakumullah khair. And may Allah bless this gathering and accept it from us. Ameen. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.